യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ കീഴ്പ്പെട്ടിരിപ്പീൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ ഭാഗങ്ങളൊക്കെ ചിന്തിച്ചു. ദുഷ്കാലമാകിയാൽ എന്ത് ചെയ്യണം? സമയം തക്കത്തിൽ ഉപയോഗിക്കുക. അവിടെ വീഞ്ഞു കുടിച്ച് മത്തരാകും എൻജോയ് ചെയ്യുന്നവരുടെ കൂട്ട് നമ്മളും ലോകം എൻജോയ് ചെയ്യുവാൻ വേണ്ടിയല്ല. അതിൻ്റെ പകരം നമ്മളെ വിളിച്ചിരിക്കുന്ന നമ്മുടെ എൻജോയ്മെൻറ്റ് ഏതിലായിരിക്കണം? ആത്മാവിൽ ആരാധിച്ച് ആത്മീയ ഗീതങ്ങൾ പാടി സ്തോത്രം വചനം ധ്യാനിച്ച് അതിലായിരിക്കണം നമ്മുടെ എൻ്റർടൈൻമെൻറ്റ്, അല്ലെങ്കിൽ നമ്മുടെ എൻജോയ്മെൻറ്റ്. ആത്മാവിൽ വളരുമ്പോഴാണ് നമുക്കിത് എൻജോയ് ചെയ്യാൻ കഴിയുന്നത്, ഇല്ലേ? ആത്മീയ കാര്യം ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിന് നമ്മളോട് ഇടപെടാനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആണ് നമ്മളിപ്പം വായിച്ച 21-ാമത്തെ വാക്യം, സബ്മിറ്റിംഗ് ടു വൺ അനദർ ഇൻ ദ ഫിയർ ഓഫ് ഗാഡ്. ദൈവഭയത്തിൽ അന്യോന്യം എന്ത് ചെയ്യണം? കീഴ്പ്പെട്ടിരിപ്പീൻ. സ്തോത്രം. നമ്മൾ സഭയായിട്ട് ഒന്നിച്ച് നിൽക്കുന്ന ഒരു കമാൻഡർ ഒരു ബറ്റാലിയനെ നിർത്തുന്നത് പേടിപ്പിച്ചാണ്. പട്ടാളക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഈ സാധാരണ മലയാളികളെ ഒന്നും കൂടുതലും കമാൻഡേഴ്സ് ആക്കിയാൽ അവരെ വേറെ വല്ല ഓഫീസ് പോസ്റ്റിലേക്കുള്ള കമാൻഡിങ് പോസ്റ്റിലേക്ക് എടുത്തോളൂ. ഇപ്പോൾ ബറ്റാലിയനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടുതൽ വിടുന്ന പഞ്ചാബികളെ. എൻ്റെ കാരണം എന്നാ? അവന്മാർ പേടിപ്പിക്കും. അവരുടെ ഒരു സാവധാനം വിശ്രാമം കേട്ട് കഴിഞ്ഞാൽ തന്നെ അറ്റൻഷൻ പറയുന്നത് തന്നെ അവിടെ ഒരു കിലോമീറ്റർ അപ്പുറം കേൾക്കാം. ആ സൈസിലാണ് അവർ പട്ടാളക്കാരെ അവരോട് പറയുന്നത്. നമ്മൾ എങ്ങനെ ആയിരിക്കണം? നമ്മുടെ ആ ലക്ഷ്യം കുടുംബം ചിന്തിക്കല്ല, ലോകം ചിന്തിക്കല്ല, വേറെ ഒന്നും വിശപ്പോ നിങ്ങളുടെ ക്ഷീണങ്ങളോ ഒന്നും ചിന്തിക്കല്ല. ആ ഫോക്കസിലേക്ക് അവരെ ആക്കുവാൻ ഭയങ്കരമാരെയാണ് ആക്കുന്നത്, ഇല്ലേ? നമ്മൾ ഇവിടെ ഒരു പാസ്റ്റർ പേടിപ്പിച്ചൊന്നും അല്ല നിങ്ങളെ ഒരു സഭയായിട്ട് ഒരു ആട്ടുംകൂട്ടത്തെയൊക്കെ കൂടി കൊണ്ടുപോകേണ്ടത്. അങ്ങനെ ആക്കരുത്. കാരണം വേറൊന്നുമല്ല, വല്ലാതാകുമ്പോൾ ദൈവദാസന് എന്ത് ചെയ്യേണ്ടി വരും? ആ വചനത്തിന് കീഴ്പ്പെടുവാനും അല്ലെങ്കിൽ വലിയ ശിക്ഷ ഉണ്ടാവും, ന്യായവിധി ഉണ്ടാവും എന്നൊക്കെ പറയേണ്ടി വരും. നിങ്ങളെ പേടിപ്പിക്കേണ്ടതൊക്കെ വരും. വേറെ മാർഗ്ഗമില്ലല്ലോ. നിങ്ങളെ അവസാനം സ്വർഗത്തിൽ നിൽക്കുമ്പോൾ ഇത്ര ആടിനെ കർത്താവ് എന്നെ ഏൽപ്പിച്ചു. യേശു കർത്താവ് പറഞ്ഞല്ലോ, ഒരുത്തൻ നാശയോഗ്യനായി, ബാക്കി 11 എണ്ണത്തെ ഞാൻ എന്ത് ചെയ്യുന്നു? സ്തോത്രം. അല്ല, അതുകൊണ്ട് നിങ്ങളെ സ്വർഗത്തിൽ കുറ്റമില്ലാത്തവരായി കൊണ്ട് എത്തിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്തം, ഒരു റെസ്പോൺസിബിലിറ്റി ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ തന്നെ പേടിപ്പിച്ചൊന്നും ഒരു കാര്യം നടക്കത്തില്ല. എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ട ഒരു വിഷയം അവിടെ എഴുതിയിരിക്കുന്ന സബ്മിറ്റിംഗ് ടു വൺ അനദർ ഇൻ ദ ഫിയർ ഓഫ് ഗാഡ്. ഓരോ ദേശത്തെ ആത്മീയ സഭ, ആത്മീയ കൂട്ടം നിൽക്കേണ്ടത് എങ്ങനെയാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തമ്മിലല്ല പേടിക്കേണ്ടത്, ദൈവഭയത്തിൽ കീഴ്പ്പെട്ടിരിക്കണം. ദൈവഭയം ഈ നാളുകൾ സഭയിൽ നിന്ന് എന്തായിത്തീരുന്നു? പോകുന്നു. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വലിയൊരു സെൻസിറ്റീവ് ഏരിയ അങ്ങോട്ട് വരാം. കുടുംബജീവിതത്തിൽ ദൈവഭയം, സഭയിൽ ദൈവഭയം. ഒരു ദേശത്ത് പാർക്കുമ്പോൾ എന്ത് ചെയ്യണം? ദൈവഭയമാണ് എല്ലാറ്റിൻ്റെ ആരംഭം. നമ്മൾ നോക്കുമ്പോൾ സദൃശവാക്യങ്ങൾ, ഞാൻ ഇന്നലെ ചില വാക്യങ്ങളൊക്കെ ഞാൻ നോക്കുവാൻ, നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം, അതൊക്കെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഫിയർ ഓഫ് ദ ലോർഡ് ഇസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. സദൃശവാക്യത്തിൽ എത്ര വാക്യമാണെന്നറിയാം? സങ്കീർത്തനത്തിലും സദൃശവാക്യത്തിലുമാണ് ഏറ്റവും കൂടുതൽ ദൈവഭയമാണ് ജ്ഞാനം തരുന്നത്. അപ്പോൾ അതിൻ്റെ ആ വാക്യം ഒന്ന് തിരിച്ചിടാം. എല്ലാം കണ്ടീഷണലാണ്. ഇതാണ് പ്രോമിസസ്. ദൈവഭയം ഉണ്ടെങ്കിൽ സ്വർഗീയ ജ്ഞാനം കിട്ടും. ദൈവഭയമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം എന്ന് പറഞ്ഞാൽ അതല്ലേ മനസ്സിലാകുന്നത്. ദൈവഭയം ഇല്ലെങ്കിൽ PhDയും MPhilഉം കിട്ടും യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, സ്വർഗീയ ജ്ഞാനം എന്ത് ചെയ്യത്തില്ല? കിട്ടത്തില്ല. സ്വർഗീയ ജ്ഞാനം കിട്ടാതെ വരുമ്പോൾ പിശാചിൻ്റെ എല്ലാ പദ്ധതിയുടെ മുമ്പിൽ നീ ഒരു പരാജയമായിരിക്കും. സ്തോത്രം. ഭൂലോക പരാജയമായിരിക്കും. അവസാനം പ്രൈസ് ലോർഡ് പിശാച്. കാര്യം വിളി നമ്മുടെ മേലുള്ളതുകൊണ്ടാണ്. അങ്ങനെയുള്ളവരോട് 7 ഇരട്ടി പിശാചുകൾ ഭൂതങ്ങൾ വന്നാണ് പിന്നെ പോരാടുന്നത്. ശക്തമാണ്. ജാതികൾക്കില്ല അത്രയും പോരാട്ടം. വിളി നമ്മുടെ മേലുണ്ട്. നമ്മളൊന്ന് വിളി അനുസരിച്ച് നിൽക്കാതിരിക്കാൻ എല്ലാ രീതിയിലും നമ്മളെ ക്ഷീണിപ്പിക്കും. അപ്പോൾ അവിടെ എല്ലാം എഴുതിയിരിക്കുന്ന ദൈവഭയം. സദൃശവാക്യത്തിൽ നിന്ന് 1-2 വാക്യം പെട്ടെന്നൊന്ന് വായിക്കാം. അതിൻ്റെ 3-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം, Proverbs 3:7. നിനക്ക് തന്നെ നീ എന്ത് ചെയ്യല്ല? ജ്ഞാനിയായി തോന്നല്ല, ദൈവത്തെ ഭയപ്പെട്ട് ദോഷം. അപ്പോൾ 1-2 കാര്യങ്ങൾ, പ്രധാന വാക്യങ്ങൾ, എനിക്ക് തോന്നുന്നൊരു ചിലപ്പോൾ 100 കണക്കിന് വാക്യം കാണും ദൈവഭയത്തെപ്പറ്റി ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതി. അതിൻ്റെ കോൺകോർഡൻസ് ഒന്നും ഞാൻ എടുക്കുന്നില്ല. പക്ഷേ ഏറ്റവും കൂടുതലും നമ്മളെ ചിന്തിപ്പിക്കുന്ന വാക്യങ്ങൾ എഴുതിയിരിക്കുന്ന സദൃശവാക്യത്തിലാണ്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സദൃശവാക്യം 1-ാം അധ്യായത്തിൽ എഴുതിയേക്കുന്ന ദൈവഭയം ആ ജ്ഞാനത്തിൻ്റെ
ദൈവത്തെ ഭയന്നില്ലെങ്കിൽ ഞാൻ ആദ്യമേ ഓർപ്പിച്ചല്ലോ, സഭകളിൽ എന്തില്ല? ദൈവഭയമില്ല. അതിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ വിഷയങ്ങളും പ്രത്യേകിച്ച് വലിയ സഭകൾ ഇലക്ഷൻ്റെ വിഷയങ്ങളും പലവിധ വിഷയങ്ങൾ, അറേഞ്ച്മെൻറ്റ്സ്, പല കാര്യങ്ങൾ, തീരുമാനങ്ങൾ എടുക്കേണ്ട ഒന്നും വേണ്ട. ഒരു ട്രാൻസ്ഫറിൻ്റെ വിഷയം വരുമ്പോൾ തന്നെ ഈ പ്രാവശ്യത്തെ ട്രാൻസ്ഫറിൽ പല ദൈവദാസന്മാരും സഭയെടുക്കാതെ ശുശ്രൂഷ മാറി ചിലർ എറണാകുളത്തേക്കൊക്കെ വരുന്നുണ്ട്. എന്നോടൊരു സീനിയർ ദൈവദാസൻ പറഞ്ഞു, ഞാനിവിടെ വന്നിട്ട് എൻ്റെ വിശ്വാസിയായിട്ടിരുന്നോളാം എന്ന് പറഞ്ഞു. എൻ്റെ ഒരു സ്നേഹിതനോടാണ്, എന്നേക്കാൾ മൂത്ത, ഇവിടെ വന്ന് എൻ്റെ വിശ്വാസിയായിട്ടിരുന്നോളാം. ഞാൻ പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല പാസ്റ്ററെ, ഈ ദേശത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തുവേണ്ടി ആൾക്കാരാണ് പല സംസ്ഥാനത്ത് നിന്ന് ജോലിക്കായിട്ട് വരുന്നത്. പാസ്റ്റർ തീർച്ചയായിട്ടും ഇവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് അത്രയും പ്രായമൊന്നും പുള്ളിക്കായിട്ടില്ല, പ്രവർത്തിക്കാം. ആൾക്കാർ വരും, പുതിയ ആൾക്കാരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാം. സ്തോത്രം. പല ദൈവദാസന്മാർ അല്ലെങ്കിൽ ഈ പ്രാവശ്യത്തെ ട്രാൻസ്ഫർ കാര്യം വേറെ ഒന്നുമല്ല, ഈ നമ്മൾ കേന്ദ്രത്തെ ഇങ്ങനെ സേവിച്ച് നിന്നില്ലെങ്കിൽ, സെൻട്രൽ പാസ്റ്റർമാരോ പ്രെസ്ബിറ്ററോ അല്ലെങ്കിൽ ആ സെൻറ്റർ ഭരിക്കുന്ന ആൾക്കാരെ സേവിച്ച് നിന്നില്ലെങ്കിൽ, അവരുടെ പാദസേവ ചെയ്ത് നിന്നില്ലെങ്കിൽ അവർക്ക് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ പോലെ ഈ പണി കൊടുക്കുന്ന ട്രാൻസ്ഫറുകളൊക്കെയാണ് എപ്പോഴും ദൈവദാസന്മാർക്കും കുടുംബങ്ങൾക്കും വിഷമമായിരിക്കണം. അതിൻ്റെ ഈ സഭയിലെ കമ്മിറ്റി അംഗങ്ങളിലും കുറച്ച് പഴക്കമുള്ളവരും ഒട്ടും ആത്മീയരല്ലാത്ത ദൈവഭയമില്ലാത്തവരും കൂടി ചേർന്നിട്ടാണ്, അവരുടെ റെക്കമെൻഡേഷനിലാണ്. അതുകൂടെ അറിയുമ്പോഴാണ് ഇത്രയും നാളും ഒരു 3 വർഷമോ അല്ലെങ്കിൽ 2 ടേമോ ഒക്കെ അവരെ സേവിച്ച് അവർക്ക് വേണ്ടി പിള്ളേരുടെ പഠിത്തവും ഇതിങ്ങനെ ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നറിയാം. പട്ടാളക്കാർക്ക് കുഴപ്പമില്ല, പട്ടാളക്കാർക്ക് 2 വർഷം കൂടുമ്പോൾ ട്രാൻസ്ഫർ കിട്ടും, അവർക്ക് ചെല്ലുന്നിടത്ത് KVയിൽ അഡ്മിഷൻ കിട്ടും. ഈ ദൈവദാസന്മാർ ഈ CBSEയിലൊക്കെ പഠിപ്പിക്കണമെങ്കിൽ ചെല്ലുന്നിടത്ത് 75,000 1 ലക്ഷം രൂപ വെച്ച് കൊടുക്കണം, LKG പോലും അഡ്മിഷൻ. അത് അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം? അത് ഏറ്റവും കുറഞ്ഞാണ് ഞാൻ പറഞ്ഞത്. എറണാകുളത്തെ ടൗണിലെ സ്കൂൾസിൽ അതിലും കൂടുതൽ അഡ്മിഷൻ ഫീസ് ഉള്ളവരുണ്ട്, സ്കൂൾസുണ്ട്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം? ഈ 2 വർഷം 3 വർഷം അപ്പോൾ ഇതിലെല്ലാം വേദനിച്ച് സ്തോത്രം കർത്താവിൻ്റെ വേലയിലൊക്കെ മടുത്തു പോകുന്ന ഒത്തിരി പേരുണ്ട്. ഇതിലൊക്കെ കാരണം എന്തുവാണ്? പലപ്പോഴും സഭകൾ പണി കൊടുക്കുന്നതും ഡോസ് കൊടുക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും പോരാട്ടങ്ങളും പൊളിറ്റിക്സും ഒക്കെ ആകുന്നതിൻ്റെ കാരണം ദൈവഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ ഇത് വല്ലതും ഉണ്ടാവുമോ? ആദ്യകാലത്തെ സഭയിൽ എന്തോ അവിടെ എഴുതിയിരിക്കുന്ന രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയിലേക്ക് ചേർന്നു. അവിടെയാണ് ദൈവസഭയുടെ പ്രാധാന്യത മനസ്സിലാകുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അവർ കൂടി ആരാധിച്ചു. അവരുടെ മധ്യത്തിൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, ദേ ഗ്യാതേർഡ് ഇൻ ദ ഫിയർ ഓഫ് ദ ലോർഡ്. ദൈവഭയത്തിലാണ് അവർ. അവരുടെ മധ്യത്തിൽ എന്തുണ്ടായിരുന്നു? ദൈവഭയം. കള്ളത്തരം പറഞ്ഞവർ ആദ്യം അനന്യാസ് പറഞ്ഞു, പിന്നെ പ്രൈസ് ലോർഡ്, ഒരു കള്ളത്തരം പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അതുപോലെ ദൈവ സാന്നിധ്യവും അവരുടെ മധ്യത്തിലുണ്ടായിരുന്നു. ഈ അന്ത്യനാളുകളിൽ പ്രൈസ് ലോർഡ് നമുക്ക് വളരെ കറക്റ്റായിട്ട് നിൽക്കാം, ദൈവഭയത്തിൽ കീഴ്പ്പെടുവാൻ. നിൻ്റെ ദൃഷ്ടിയിൽ നീ എന്തായി തോന്നല്ല? അപ്പോൾ എൻ്റെ ദൃഷ്ടിയിൽ, എൻ്റെ കണ്ണുകളിൽ ഹല്ലേലൂയ സ്തോത്രം, ഞാൻ ജ്ഞാനിയായി തോന്നി. ഡു നോട്ട് ബി വൈസ് ഇൻ യുവർ ഓൺ ഐസ്, ഫിയർ ഗോഡ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. നിൻ്റെ ദൃഷ്ടിയിൽ നീ എന്തായി തോന്നല്ല? ഞാൻ ചെയ്യുന്ന എല്ലാം കറക്റ്റ്. അപ്പം ദൈവഭയം ഇല്ലാത്തൊരവസ്ഥയാണ് അതില്ലേ. എൻ്റെ പ്ലാനിങ്, ഞാൻ ചെയ്യുന്ന എല്ലാം കറക്റ്റ്, ഞാനത് പ്രാർത്ഥിച്ചങ്ങ് നേടി എന്നൊക്കെ പലരും, ചിലർ ഈ വേളാങ്കണ്ണി പോയിട്ടും മാതാവിനെ ആരാധിക്കുന്നവരൊക്കെ പറയും, ശബരിമല പോകുന്നവരൊക്കെ പറയും, ഞാനതങ്ങ് എന്ത് ചെയ്തു? എത്ര കാത്തലിക്സ് എന്നോട് പറഞ്ഞിട്ടുള്ളൂ, എത്ര പേരാ പറഞ്ഞു, ഞാനതങ്ങ് പ്രാർത്ഥിച്ച് നേടിയത്. എന്ന് വെച്ചാൽ കർത്താവിന് തരാൻ മനസ്സില്ലാത്ത ഒരു സാധനം നിരാഹാരമിട്ടും കർത്താവിനെ പേടിപ്പിച്ചും ഒക്കെ ഇങ്ങ് നേടിയെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഒത്തിരി വട്ടം ഇങ്ങനെ എണ്ണി അങ്ങ് ചൊല്ലിയപ്പോൾ അല്ലെ 3:41 ഇരുന്നെന്നോ, 3:21 ഇരുന്നെന്നോ, 3:14 ഇരുന്നെന്നോ, 3:7 ഇരുന്നെന്നൊക്കെ ആൾക്കാർ പറയുന്നത്. എനിക്കത് ഇതുവരെ മനസ്സിലായിട്ടില്ല, ഞാൻ ആ പണിക്ക് പോയിട്ടില്ല. 7 ദിവസവും 40 ദിവസവും 21 ദിവസവും ഘോഷിച്ചിട്ടുണ്ട്. പിന്നെ ദൈവാത്മാവ് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ, അതൊരു പാരമ്പര്യമായിട്ട് രീതിയൊക്കെ ഉള്ളതുകൊണ്ട്, പക്ഷേ ദൈവാത്മാവ് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിലായി 7ഉം 21ഉം 40ഉം ഒന്നും അല്ല. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിൻ്റെ കാലഘട്ടത്തിൽ, സുവിശേഷത്തിൻ്റെ കാലഘട്ടത്തിൽ ഉപവസിക്കാൻ കാരണം വേറൊന്നുമല്ല, അത് പഴയ നിയമത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു, യേശു നിന്ന കാലഘട്ടം. യേശു കർത്താവ് പരിച്ഛേദന ചെയ്തു എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പരിച്ഛേദന ചെയ്യണോ? വേണ്ട. യഹൂദന്മാരോട് സൂക്ഷിക്കുവാണ്. അപ്പം 40 ദിവസം മോശ ഉപസിച്ചു, 40 ദിവസം കർത്താവ് ഉപസിച്ചു, 41 കഴിഞ്ഞാൽ അത് അഹങ്കാരമാണെന്നൊക്കെ പഠിപ്പിക്കുന്ന ദൈവദാസന്മാരുണ്ട്. നമ്പേഴ്സ് ഡോണ്ട് മാറ്റർ. ഇവിടെ എങ്ങനെയാ? ആത്മാവിൽ നടത്തപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. നമുക്ക് ആത്മീയ ശൂന്യത തോന്നുമ്പോൾ, ക്ഷീണം തോന്നുമ്പോൾ, സാത്താൻ നമ്മളോടുള്ള ആ ഓരോ പോരാട്ടങ്ങൾ, സാത്താൻ്റെ തന്ത്രത്തിൽ വീഴുന്നു എന്ന് തോന്നുമ്പോൾ മുട്ടുമേലിരുന്നോണം. ഓരോ മൊബൈൽ ചാർജ് ചെയ്യാൻ ഓരോ സമയമല്ലേ?
1500 mAh തൊട്ട് 6000 mAh വരെയുള്ള ബാറ്ററീസ് ഉണ്ട്. അതിൻ്റെ ചാർജേഴ്സിനും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ കുത്തിയിടുമ്പോൾ ചില മൊബൈൽ 10 മിനിറ്റ് കൊണ്ട് ചാർജാകും, ചില മൊബൈൽ 1.5 മണിക്കൂർ കൊണ്ടേ ചാർജ് ആകത്തുള്ളൂ. അത് ഓരോരുത്തരുടെ കപ്പാസിറ്റിയും ചാർജും സമർപ്പണവും ഒക്കെ അനുസരിച്ചാണ്. ഞാനത് പെട്ടെന്ന് മനസ്സിലാകാനുള്ള ഭാഷയിലാണ് പറഞ്ഞത്. നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടത് ഏകാഗ്രതയോടുകൂടി. ഉപവാസം കൊടുത്ത് ജോലിക്ക് പോകുന്നതിൻ്റെ അകത്ത് ഒരു കാര്യവുമില്ല. ഉപവാസം കൊടുത്ത് പല വിഷയത്തിനകത്ത് ഇടപെടുന്നത് തെറ്റാന്നേ. വചനം പറയുന്ന പുതിയ നിയമത്തിലെ ഉപവാസം യേശു കർത്താവ് പഠിപ്പിച്ചപ്പോഴെന്തുവാ പഠിപ്പിച്ചത്? പോയി മുറിക്കുക. ഉപവാസവും പ്രാർത്ഥനയെ പറ്റി പഠിപ്പിച്ച പോയി മുറിക്കകത്ത് പോയി കഥ പഠിച്ച് എന്ത് ചെയ്യണം? സ്തോത്ര കർത്താവിനോട് ഹാലല്ലേ, രഹസ്യത്തിൽ കർത്താവിനോട് നമ്മുടെ ഹൃദയം പകരേണ്ട സമയമല്ലേ. അതുകൊണ്ട് എത്ര നേരം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നോ, ഈ ആഹാരം വെടിയുന്നതല്ല. ഇത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് പലരും ഇപ്പോഴത്തെ ഡയറ്റ് എടുക്കുന്നുണ്ട്. ഇത് കുടൽ കാലിയാക്കുന്ന പരിപാടിയല്ല. ഇത് നമ്മുടെ ഫാറ്റ് കുറയ്ക്കാനുള്ള പരിപാടിയല്ല. ഇത് എന്തുവാ? സ്തോത്രം, നമ്മുടെ തന്നെ സ്വയം ശോധന ചെയ്ത് സ്തോത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഇന്ന് തൂക്കി നോക്കുമ്പോൾ കുറവായിട്ടുള്ളത് ഓരോന്നും ഏകാഗ്രതയിൽ ഇരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ഏകാഗ്രത ഒരല്പം തെറ്റിയാലുണ്ടല്ലോ പിന്നെ കർത്താവ് സംസാരിക്കുന്നത് കേൾക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പൂർണ്ണ ഏകാഗ്രതയോടുകൂടി ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ. ഞാൻ പലപ്പോഴും വചനം പഠിക്കുന്ന സമയത്ത് രാത്രിയിലൊക്കെ പിള്ളേരൊക്കെ കിടത്തും, നേരത്തെ കിടത്തും. ശനിയാഴ്ച രാത്രി ഇവരൊട്ട് കിടക്കത്തുമില്ല. ശനിയാഴ്ച രാത്രി ഇവർക്ക് അങ്ങ് ഭയങ്കര അങ്ങ് പിരിയുക. ഒറ്റ ഇറങ്ങി ഓടിച്ച് ഒരുത്തരെ കിടത്തും, അടുത്ത ഇറങ്ങി വരില്ല. പിന്നെ പല സ്ഥലത്തോട്ട് അടിച്ചും വേദനിപ്പിച്ചും പേടിപ്പിച്ചും ഒക്കെയാണ് ഇന്നലെയും കിടത്തിയത്. വേറൊന്നുമല്ല. സ്തോത്രം, എനിക്കൊന്ന് ഏകാഗ്രത ഇരിക്കാനാണ് ദൈവമക്കളെ. എനിക്ക് ഒത്തിരി അല്ലെ തന്നെ 1 മണി വരെയൊക്കെ ശനിയാഴ്ച രാത്രി ഇരിക്കും. എനിക്കൊന്ന് സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കണ്ടേ, കർത്താവിനോട് സംസാരിക്കണ്ടേ. അതിനകത്ത് എൻ്റെ കാര്യം, എനിക്ക് നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല. ഒരു ക്ലിങ്ങുന്നൊരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ ഏകാഗ്രത പോയി. ഞാൻ കർത്താവുമായിട്ട് ഏകാഗ്രതയോടുകൂടി ഇരിക്കുമ്പോഴാണ് എന്തെങ്കിലും കർത്താവ് എന്നോട് സംസാരിക്കുന്നത്. അതങ്ങനെ ആ ദൈവമക്കളെ എല്ലാവരോടും അത് പ്രമാണം അങ്ങനെ. അപ്പോൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയം സഭയായിട്ട് ഉപവസിക്കും, കുടുംബമായിട്ട് ഉപവസിക്കും, സ്തോത്രം വ്യക്തിപരമായിട്ട് ഉപവസിക്കും. ആ ഉപവസിക്കുന്ന സമയം ദൈവസന്നിധിയിൽ മറ്റുള്ള ആഹാരം മാത്രമല്ല, മറ്റുള്ള വിഷയങ്ങളെല്ലാം വെടിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് നിറവ് പ്രാപിക്കും. ദൈവമക്കളെ, ദൈവഭയത്തോടുകൂടി നമ്മൾ ദൈവസന്നിധിയിൽ കീഴ്പ്പെടുമ്പോൾ, ഇവിടെ നമ്മൾ സദൃശവാക്യത്തിൽ വായിച്ചില്ല, ഡു നോട്ട് ബി വൈസ് ഇൻ യുവർ ഓൺ ഐസ്. നിൻ്റെ ദൃഷ്ടിയിൽ നീ എന്തായി തീരല്ല. അതുകൊണ്ട് നമ്മുടെ പ്ലാനും നമ്മുടെ പദ്ധതിയും ഒക്കെ മാറ്റി വെക്കാം. ഒന്ന് തിരിഞ്ഞ് നോക്കിയാൽ, ഒന്ന് റിവൈൻഡ് അടിച്ചാൽ, ഒന്ന് തിരിഞ്ഞ് നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ പദ്ധതി മുഴുവനും എന്തായി തീർന്നിട്ടുണ്ട്? ഫ്ലോപ്പായി, പരാജയമായി, വേദനയായി തീർന്നിട്ടില്ലേ? അതുകൊണ്ടാണ് വീണ്ടും കർത്താവ് പറയുന്നത്, നമ്മുടെ ദൃഷ്ടിയിൽ ജ്ഞാനിയായി തോന്നല്ല. ഇവിടെ രക്ഷിക്കപ്പെട്ടപ്പോൾ ഒരു തീരുമാനമെടുത്തു, നമ്മൾ എല്ലാം കംപ്ലീറ്റ്ലി കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കും. ഇന്ന് തൊട്ട് യേശുവാണ് എൻ്റെ മാനേജർ, യേശുവാണ് എൻ്റെ കർത്താവ്, എൻ്റെ മേൽ കർത്തൃത്വം വഹിക്കുന്ന എൻ്റെ യജമാനൻ, മാസ്റ്റർ ഓവർ മീ, ലോർഡ് ഓവർ മീ. അതല്ല എൻ്റെ അർത്ഥം. സ്തോത്രം, അത് മതി. അപ്പം എൻ്റെ വിഷയത്തിൽ സ്വർഗം തീരുമാനമെടുക്കുക, ഞാൻ അനുസരിച്ചോളാം കർത്താവെ. അപ്പം ആ തീരുമാനം കേൾക്കാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സമയം. സ്തോത്രം, ഒരിക്കലും നമ്മുടെ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവ് ഇങ്ങനെ ചെയ്യണമേ എന്നൊന്നും പറഞ്ഞ് കളയല്ലേ പ്ലീസ്. സ്തോത്രം, വേദനയാണ് കർത്താവിന്. രക്ഷിക്കപ്പെട്ടിട്ട് ഇത്രയും നാളായി, ഇപ്പോഴും ഞാൻ സർവ്വാധികാരിയാണെന്നും സർവശക്തനാണെന്നും എൻ്റെ പ്രിയ കുഞ്ഞിന് അറിയത്തില്ലല്ലോ. സ്തോത്രം, അതുകൊണ്ട് കർത്താവിൻ്റെ കപ്പാസിറ്റി അറിഞ്ഞ് ദൈവത്തെ ഭയന്ന്, ഇവിടെ എഴുതിയിരിക്കുന്ന നിൻ്റെ ദൃഷ്ടിയിൽ ജ്ഞാനിയായി തോന്നല്ലേ, ദൈവത്തെ ഭയപ്പെടുക. അതിൻ്റെ അർത്ഥം എന്തുവാ? നിൻ്റെ ദൃഷ്ടിയിൽ നീ ജ്ഞാനിയായി തോന്നി നീ സ്വന്തമായി പ്ലാൻ ചെയ്താൽ നിനക്ക് ദൈവഭയം ഇല്ല എന്നല്ലേ എൻ്റെ അർത്ഥം. സ്തോത്രമുണ്ട്. ഫിയർ ഗോഡ്, പ്രോവേർബ്സും സദൃശവാക്യം മുഴുവൻ ഈ പഴയ നിയമം അതിനാണ് സത്യം പറഞ്ഞാൽ വെച്ചിരിക്കുന്നത്. ഈ പഴയ നിയമം വെച്ചിരിക്കുന്നത് യഹോവയെ ഭയപ്പെടുവാൻ. അവൻ ഭയങ്കരനെന്ന്. ഹീസ് എ സീരിയസ് ഗോഡ്. സ്തോത്രം, അവൻ ഭയങ്കരൻ. ദൈവത്തിൻ്റെ ഉഗ്ര കോപം അത് തന്നെയാണ് ദൈവം ഇന്നും. ഇതിൻ്റെ ഇടയ്ക്ക് യേശു കർത്താവ് മധ്യസ്ഥത വഹിക്കുന്നുണ്ട്. സാംസൻ്റെ കുറവ് ഓർക്കല്ലേ, അവനെ ഉടനെ ഇസ്രായേലിനെ അടിച്ച പോലെ, പഴയ നിയമ കാലഘട്ടത്തിൽ ഇസ്രായേലിനെ അടിച്ച പോലെ അവനെ ഉടനെ അടിക്കല്ലേ, ഹാലല്ലേ, അവൻ്റെ കുറ്റം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് എൻ്റെ യേശു എനിക്ക് വേണ്ടി നമ്മുടെയും ദൈവത്തിൻ്റെ മധ്യത്തിൽ ദിനംതോറും മധ്യസ്ഥത വഹിക്കുന്നതുകൊണ്ടാണ് നമ്മൾ കൃപയിൽ ഇങ്ങനെ ഞെളിഞ്ഞ് നിൽക്കുന്നത്. ഹാലല്ലേ, ഓർത്തോണം. പ്രൈസ് ലോർഡ്. അല്ലാതെ നമ്മുടെ വിശുദ്ധി കൊണ്ടോ പൂർണ്ണ അനുസരണം കൊണ്ടോ ഒന്നുമല്ല. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുക, പഴയ നിയമത്തിലെ യഹോവയായ ദൈവം തന്നെയാണ്, താൻ നിത്യപിതാവാണ് ഇന്നും നമ്മുടെ ദൈവം. പ്രൈസ് ലോർഡ്, മറക്കല്ലേ. പക്ഷേ ഹാലല്ലേ, കൃപായുഗമായതുകൊണ്ട് കൃപയിൽ പൊതിഞ്ഞിരിക്കുന്നത് കാഹളം ഊതുന്നവരെ മാത്രമേ ഉള്ളൂ. കാഹളം ഊതി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും കാണാൻ പോകുന്ന മുഖമേതാ? ഒരു കരുണയുമില്ല. ന്യായവിധിക്ക് ഉൾപ്പെടെ, മഹാപീഡനകാലം ഉൾപ്പെടെ ഒരു കരുണയുമില്ല. അപ്പോസ്തലന്മാർ വരെ വന്നിരുന്ന കാര്യം അന്ന് എന്ത് ചെയ്യും?
ഓ നിൻ്റെ നാമത്തിൽ ഞാൻ അത്ഭുതം ചെയ്തു, അടയാളം ചെയ്തു വീര്. കർത്താവ് എന്തുവാ പറഞ്ഞത്? ഇനിയൊന്നും എനിക്ക് പൂർണ്ണ അനുസരണമില്ലാത്തവരെ എല്ലാം കൈവിടുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. കൃപായുഗത്തിൻ്റെ അവസാനത്തെ നാളുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വാക്യം കൂടെ, സാംസ് 25:14, 25:14. യഹോവയുടെ സഹിത്വം, ചില ട്രാൻസ്ലേഷൻ ദ ഫ്രണ്ട്ഷിപ്പ് ഓഫ് ദ ലോർഡ്, ചില ട്രാൻസ്ലേഷൻ ദ സീക്രട്ട് ഓഫ് ദ ലോർഡ് ഈസ് വിത്ത് ദം ദോസ് ഹു ഫിയർ ഹിം എന്ന് എഴുതിയിരിക്കുന്നത്. അവനെ ഭയപ്പെടുന്നവർക്ക് ദൈവവുമായിട്ട് എന്തുണ്ട്? ഒരു സഹിത്വം, ഒരു കൂട്ട്. അവരോടാണ് കർത്താവ് സീക്രട്സ് പറയുന്നത്. കർത്താവിന് നമ്മളോട് എന്ത് പറയാനുണ്ട്? കർത്താവിന് ഇപ്പോഴും ദൈവത്തിൻ്റെ മനുഷ്യപുത്രന്മാരോടാണ് കൂട്ടായ്മ. മറന്നു പോകല്ലേ. സ്തോത്രം. നമുക്ക് പലപ്പോഴും ലോകത്തോട് കൂട്ടായ്മ കൂടാനോ ഫ്രണ്ട്ഷിപ്പ് കൂടാനോ ഇഷ്ടം, കമ്പനി കൂടാനോ ഇഷ്ടം. ദൈവത്തിൻ്റെ താല്പര്യം തൻ്റെ പ്രിയ മക്കളോട് കൂട്ടുകൂടാനാണ്. നമുക്കൊരു കൂട്ടുണ്ട്. വി ഹാവ് കമ്പനി, വി ഹാവ് ഫ്രണ്ട്ഷിപ്പ്. സാരാ പറഞ്ഞ ഇല്ലെന്ന്. ആൾക്കാരുടെ വിചാരം ദൈവമക്കൾ എന്ന് പറയുന്നവർ എന്തോ ഇങ്ങനെ ആരോടും കൂടാന്നോ അല്ലല്ലേ. നമ്മുടെ ഒരു സ്നേഹിതനുണ്ട്, നിത്യ സ്നേഹിതന. ആണുങ്ങളൊക്കെ പലപ്പോഴും കൂട്ടൊക്കെ കൂടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പെണ്ണുങ്ങളുടെ കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും വലിയ രസം. എനിക്ക് 2 പെങ്ങന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഒരാളേ ഉള്ളൂ. സ്തോത്രം. ഹാലല്ലേ. ഇവരെ മിക്കവാറും ഈ സ്കൂൾ പ്രായത്തിൽ മുഴുവൻ ഞാൻ കാണുന്നത് എങ്ങനെയാണെന്നറിയാം. ഒരു ദിവസം ഒരു കൂട്ടുകാരോട് നടക്കും, തിരിച്ച് വരുന്ന സമയത്ത് അത് കഴിഞ്ഞപ്പോൾ സ്കൂൾ ബസ്സിൽ നിന്നൊക്കെ തിരിച്ച് വരുന്നത് അടുത്ത ദിവസം ആ കൂട്ടുകാരിയല്ല, വേറെ കൂട്ടുകാരെ. ചെറിയ വിഷയം മതി പണങ്ങാൻ, വേറെ കൂട്ടുകാരോട് നടക്കുന്നതാണ്. അത് പെണ്ണുങ്ങൾക്ക് കൂടുതൽ. എനിക്ക് 2 പെങ്ങന്മാരുണ്ടായിരുന്നോണ്ട് ഞാൻ പറയുന്നത്. കൂടുതൽ പെട്ടെന്ന് ഒരു കൊച്ചു വിഷയത്തിൽ എന്ത് ചെയ്യും? കൂട്ടുകാർ മാറും. അവർ പെട്ടെന്ന് ചേഞ്ച് ചെയ്യും കൂട്ടുകാർ. ആണുങ്ങൾ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഓരോരുത്തർ 2 കൂട്ടിലും കാണും വ്യക്തിത്വ പ്രോബ്ലം വിഷയങ്ങളല്ലേ. കൂട്ടുകാർ പെട്ടെന്ന് നമുക്ക് ചിലർ ഒരു വർഷമൊക്കെ ഒരു കൂട്ടുകാരായിരിക്കും, അടുത്ത വർഷം നമ്മൾ വേറൊരു കൂട്ടുകാർ. പക്ഷേ യേശു യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 14-ാമത്തെ വാക്യം നിങ്ങൾക്കറിയാം. സ്തോത്രം. ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചാൽ ഐ വിൽ ബി യുവർ ഫ്രണ്ട്. ഈ ലോകത്തിലും രക്ഷിക്കപ്പെട്ട നാൾ തൊട്ട് നമ്മുടെ കൂടെ ഒന്നിച്ച് നടക്കുന്ന, ഒന്നിച്ച് യാത്ര ചെയ്യുന്ന, അപ്പനും അമ്മയും ഇല്ലെങ്കിലും സഹോദരങ്ങൾ കൈവിട്ടാലും സാബാന്യങ്ങളെ കൈവിട്ടാലും, സ്തോത്രം, നിങ്ങൾ വേറൊരു അന്യദേശത്ത് പോയി ഒറ്റയ്ക്ക് പാർത്താലും ഈ സ്നേഹിതന് എന്ത് ചെയ്യത്തില്ല. എപ്പോഴാണ് കണ്ടീഷൻ അപ്ലൈ അവിടെ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. 15:14 ജോൺ 15:14. സ്തോത്രം. ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചാൽ, ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയേക്കുന്ന ഐ വിൽ ബി യുവർ ഫ്രണ്ട് ഇഫ് യു ഒബേ വാട്ട് ഐ കമാൻഡ് യു. ഹല്ലേലൂയ. അപ്പം ഞാൻ കൽപ്പിക്കുന്നത് നിങ്ങൾ അനുസരിച്ചാൽ, എല്ലായിടത്തും എല്ലാ പ്രോമിസിനും ഒരു കണ്ടീഷനുണ്ട്. അല്ലാതെ ആരും രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ഇനി യേശു എൻ്റെ നിത്യ സ്നേഹിതൻ, നോ. പ്രൈസ് ലോർഡ്. അനുസരിക്കുന്നിടത്തോളം, ആസ് ലോങ് ആസ് യു ഒബേ എവറി കമാൻഡ്മെൻറ്റ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന 10 കൽപ്പനയൊന്നുമല്ല, അത് പഴയ നിയമ കാലഘട്ടത്തിൽ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നിടത്തോളം, സ്തോത്രം, ഹല്ലേലൂയ, ഐ വിൽ ബി യുവർ ഫ്രണ്ട്. നമുക്കൊരു നിത്യ സ്നേഹിതനുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. ആ നിത്യ സ്നേഹിതനുള്ളതിനായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഈ സ്നേഹിതൻ്റെ വ്യത്യാസം എന്തോ നിങ്ങൾക്കറിയാമല്ലോ. എന്തു നമുക്ക് തുറന്ന് പറയാം ഇല്ലേ. പാസ്റ്ററിനോട് പറയാൻ പറ്റാത്ത, ഭാര്യയോട് പറയാൻ പറ്റാത്ത, ഭർത്താവിനോട് പറയാം, മക്കളോട്, അവിടെയൊക്കെ ഒരു ചെറിയ ഈഗോ ചിലപ്പോൾ നമുക്ക് കാണും. പക്ഷേ നമ്മൾ പിണ്ടാഹാരമായിരുന്നപ്പോൾ, വെറും മാംസക്കട്ടയായിരുന്നപ്പോൾ തൊട്ട്, ആ എംബ്രിയോ സ്റ്റേജിൽ തൊട്ട് നമ്മളെ അറിയുകയും ഡിസൈൻ ചെയ്യുകയും ചെയ്ത ആ കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ഇതുപോലെ എത്രത്തോളം ആക്കിയ ആ കർത്താവിൻ്റെ മുമ്പിൽ എന്ത് മറച്ചു വെക്കാനായില്ലേ. സോ അപ്പോൾ ആ കർത്താവിനോട് ഒരു ഈഗോയും ഇല്ലാതെ എല്ലാ കാര്യങ്ങൾ പറയുകയും ചെയ്യാം. പറയുന്നത് അതുപോലെ നമ്മുടെ കർത്താവിന് മനസ്സിലാകും. ഒന്നുകൂടെ ആ വാക്യം ഒന്ന് വായിച്ച സങ്കീർത്തനം 25:14. യഹോവയുടെ സഹിതം തൻ്റെ ഭക്തന്മാർക്ക്, ഭക്തന്മാരുടെ ഇംഗ്ലീഷ് ദോസ് ഹു ഫിയർ ഹിം, തന്നെ ഭയപ്പെടുന്നവർക്ക് കർത്താവിൻ്റെ സഹിതം ഉണ്ടാവും. ഇംഗ്ലീഷ് എഴുതിയേക്കുന്ന സീക്രട്സ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സീക്രട്സ് നമ്മൾ ഈ പലപ്പോഴും രക്ഷിക്കപ്പെട്ട് 10 വർഷമായി 20 വർഷമായി ഒരു ജീവിതത്തിൽ ഒരു സന്തോഷം, എക്സൈറ്റ്മെൻറ്റ് ഇല്ലാത്തതിൻ്റെ എന്നാ കാരണം എന്നറിയാം. കർത്താവ് നമ്മളോട് ഇതുപോലെ സീക്രട്സ് പറയാത്തതുകൊണ്ട്. ആ സഹിത്വം, അടുപ്പം, ഇൻറ്റമസി ഭയങ്കരമായിട്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുകയും നല്ല വചന വെളിപ്പാടുകൾ, നല്ല ഭാവിയിൽ ഞാനും കർത്താവുമായിട്ട് ചെയ്യുന്ന, ഞാൻ കർത്താവിൻ്റെ സന്ധിയിൽ സന്തോഷിക്കുന്ന, കർത്താവിന് വേണ്ടി ഞാൻ ഈ ലോകത്തിലും ചെയ്യാൻ പോകുന്ന ശുശ്രൂഷകളും, ദൈവം നമ്മളെ ഏൽപ്പിക്കാൻ പോകുന്ന ദൗത്യങ്ങളും, സ്തോത്രം, എത്ര പിശാച് പോരാടിയാലും അവിടെയൊക്കെ പിശാചിനെ ലജ്ജിപ്പിച്ചുകൊണ്ട് കർത്താവ് നിർത്താൻ പോകുന്ന ഈ സീക്രട്സൊക്കെ ആരോട്, പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾ, അവരെ പറ്റിയുള്ള സീക്രട്സും, ദേശത്ത് ദൈവം ന്യായം വിധിക്കാൻ പോകുന്ന കാര്യം, അങ്ങനെയല്ലായിരുന്നു പഴയ നിയമത്തിൽ പോലും. എബ്രഹാമിനോട് ദൈവം പറയും, ലോത്തിനോട് ദൈവം പറഞ്ഞു, ദൈവദാസന്മാരോട് ഓരോരുത്തരോട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ദാവീദിനോട്, സ്തോത്രം, ഹല്ലേലൂയ, യെശയ്യാവ്, യെരമ്യാവ്, പ്രവാചകന്മാരോട് ദൈവം പറഞ്ഞു. സ്തോത്രം. ഈ സീക്രട്സ് ഓഫ് ദ ലോർഡ് ദൈവം നമ്മളോട് വെളിപ്പെടുത്തും.
ആ സീക്രട്സ് പറയുമ്പോൾ അതിന് യോഗ്യരായിട്ട് നിൽക്കുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഇല്ലേ, എന്നെ ദൈവം വിശ്വസ്തനെന്ന് എണ്ണി. സീക്രട്സ് കർത്താവ് ആരോടും വെളിപ്പെടുത്താത്തത് എന്നോട് കർത്താവ്. പ്രൈസ് ലോർഡ്. അതാണ് ദൈവമക്കളെ അടുപ്പം. അങ്ങനെയുള്ളവർ ഇനി ഹല്ലേലൂയ സ്തോത്രം, വീടില്ലേലും കൂടില്ലേലും പേഴ്സ് കാലിയാണേലും ആഹാരമില്ലേലും നിന്ദിച്ചാലും ഒന്നും വിഷയമല്ല. കാര്യം നമ്മുടെ ഉള്ളിലെ സന്തോഷം എന്തുവാ? ദൈവം എന്നോട് ഓരോ നിമിഷവും ഓരോ നേരവും ആർക്കും വെളിപ്പെടുത്താത്ത മർമ്മങ്ങൾ, സീക്രട്സ് കർത്താവ് എന്നോട് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു അടുപ്പമാണ്. യഹോവയെ ഭയപ്പെടുന്നവർക്കാണ് ഈ അടുപ്പം എന്ന്. അല്ലെങ്കിൽ ബാക്കി വാക്യങ്ങളൊന്നും ഞാൻ വായിക്കുന്നില്ല. സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്ന അന്യോന്യം എന്ത് ചെയ്യണം? ആ വാക്യം ഒന്നുള്ളത് വായിച്ച് 21. ദൈവഭയത്തിൽ അന്യോന്യം എന്ത് ചെയ്യണം? കീഴ്പ്പെട്ടിരിപ്പീൻ. ആരാധനയിൽ സ്തോത്രം ദൈവഭയം ഉണ്ടായിരിക്കണം. സഭയിൽ പ്രാർത്ഥനയിൽ എന്ത് ചെയ്യണം? ദൈവഭയം ഉണ്ടായി. അടുത്ത വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ കുടുംബജീവിതത്തിൽ എന്ത് വേണം? ദൈവഭയം ഉണ്ടായിരിക്കണം. നമ്മുടെ ജോലി സ്ഥലത്ത് എന്ത് വേണം? ഹല്ലേലൂയ. മനുഷ്യർക്ക് വേണ്ടിയല്ല നമ്മൾ ജോലി ചെയ്യുന്നത്, ദൈവത്തിന് വേണ്ടി എന്ന പോലെ എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ജോലി സ്ഥലത്ത് എന്തുണ്ടായിരിക്കണം? ദൈവഭയം ഉണ്ടായി. താമസിക്കുന്ന സ്ഥലത്ത്, അല്ലല്ലോ സഭയിൽ ഞാൻ ഡീസൻ്റാണ്, താമസിക്കുന്ന സ്ഥലത്ത് എങ്ങനെ വേണേലും താമസിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? പാസ്റ്റൊന്നും അറിയുന്നില്ലല്ലോ, അങ്ങ് ദൂരെയല്ലേ, പാസ്റ്റർ അവിടെ അല്ലേ കിടക്കുന്നത്, ഞാൻ ഇങ്ങല്ലേ. സ്വത്ത് എന്നൊന്നും ആരും വിചാരിക്കേണ്ട. സ്വത്രം നമ്മൾ പേഴ്സണൽ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ, പരസ്യ ജീവിതത്തിൽ, പരസ്യ ജീവിതത്തിൽ, കൂട്ടായ്മകളിൽ എല്ലാം, യാത്രകൾ, പ്രൈസ് ലോർഡ്, എല്ലാം നമ്മുടെ ചെറിയ വലിയ തീരുമാനത്തിൽ, നമ്മുടെ ഫിനാൻഷ്യൽ ഇടപാടുകളിൽ, സ്വത്രം നമ്മുടെ ഓരോരുത്തരോടുള്ള സംസാരത്തിൽ പോലും എന്ത് വേണം? ദൈവഭയത്തിൽ അന്യോന്യം കീഴ്പ്പെടുത്തണം. സ്വത്രം. ഈ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം വരണമേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കത്തില്ലേ? ആ പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ എന്നൊക്കെയുള്ള അതിൻ്റെ ഫസ്റ്റ് ആൻസർ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോലും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും ആഗ്രഹത്തോടുകൂടി അപ്പോസ്തോലിക കാലഘട്ടം ഓർക്കും. ദൈവം നമുക്ക് അങ്ങനെ ഒരു കാലഘട്ടം തരുമോ? എങ്ങനെ ആയിരിക്കണം? ഇപ്പോൾ ഇവിടെ കണ്ടീഷൻസ് അപ്ലൈ. എന്തുവാ? ദൈവഭയം. ആദ്യ നൂറ്റാണ്ടിൽ ജനം എങ്ങനെ ദൈവത്തെ ഭയന്നു, കീഴ്പ്പെട്ടു, ബഹുമാനിച്ചു, ദൈവാലോചന അനുസരിച്ചു. അതുപോലെ ഇന്നും നമ്മൾ ദൈവശക്തി കുറഞ്ഞു പോയോണ്ടാണോ? 2000 വർഷമായില്ലേ, കർത്താവിന് പ്രായമൊക്കെ ആയി, ശക്തി കുറഞ്ഞെന്ന് വല്ലതും തോന്നുന്നുണ്ടോ? ഒത്തിരി പേർക്ക് ശക്തി കൊടുത്തു, അവിടെ കപ്പാസിറ്റി കുറഞ്ഞെന്ന് വല്ലതും തോന്നുന്നുണ്ടോ? നോ. താൻ സർവശക്തനാണ്. നമ്മുടെ ബുദ്ധിക്കും ചിന്തയിലും ഒക്കെ അധീനത. നമ്മൾ സ്വർഗീയ ശരീരം പ്രാപിക്കുമ്പോൾ മാത്രമേ കർത്താവിൻ്റെ ഭയങ്കരത്വം, അല്ലെങ്കിൽ വലുപ്പം, മഹത്വം നമുക്ക് അറിയുവാൻ ഈ ബുദ്ധിയിൽ മനസ്സിലാകത്തില്ല. നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ടല്ല ഇന്ന് ദൈവമക്കൾ ദൈവത്തെ ഭയപ്പെടാത്ത. നമ്മൾ ഈ നിൽക്കുന്ന പട്ടണത്തിൽ പോലും കഴിഞ്ഞ ഇടയ്ക്കൊക്കെ നിങ്ങളെ കോവിഡ് സമയത്ത് ഓൺലൈൻ മീറ്റിംഗ് കാണുമല്ലോ, പട്ടിയെ കൊണ്ടുവന്ന് മീറ്റിങ്ങിൻ്റെ അകത്ത് ഇരുത്തിയത്, ബക്കറ്റിൽ പകരാതിരിക്കാൻ ബക്കറ്റിൽ സ്നാനപ്പെടുത്തിയത്, ഇങ്ങനെയുള്ള ഓരോ പണികളൊക്കെ ദൈവദാസന്മാർ പോലും കാണിക്കുന്നത് എന്തിനാണെന്നറിയാം? ജനത്തിന് അതൊക്കെ ഭയങ്കര സന്തോഷം. എല്ലാവരും ആമേൻ പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞ് പാസ്സാക്കിയെന്നേ. അതൊക്കെ ജനം സ്വീകരിച്ചുകൊണ്ടല്ല അവർക്ക് ഇപ്പോഴും ആയിരക്കണക്കിന് വിശ്വാസികളുള്ള അവരിപ്പോഴും മെഗാ ചേർച്ചസ് ആയിട്ടൊക്കെ നിൽക്കുന്നത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല. ദൈവദാസന്മാരിൽ ദൈവഭയം പോകുന്നത് പലവിധ അനുസരണക്കേടുകൾ ജീവിതത്തിൽ, പല ഫണ്ട്സിൻ്റെ വിഷയം, പല സ്തോത്ര പാപം, ഹല്ലേലൂയ പ്രൈസ് ലോർഡ്, അവർ തന്നെ സ്വയം പൂന്നോ എന്തോ അത് പറയേണ്ടത്, സ്വയം പൊക്കി, അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, അവർ തന്നെ ജനത്തോട് അവരെ അങ്ങ് ഉയർത്തുവാനും പുകഴ്ത്തുവാനും ഒക്കെ പറഞ്ഞ് അവരെന്തോ ഒരു അവസ്ഥയിലാണ്. പലവിധ ജഡത്തിൻ്റെ ജഡം ഹല്ലേലൂയ ഉയർന്നപ്പോഴില്ലേ ദൈവഭയം പോയി. ദൈവമക്കളിൽ പണം വർദ്ധിച്ചപ്പോൾ എന്ത് ചെയ്തു? പണ്ട് പല ആവശ്യങ്ങളുണ്ടായിരുന്നു. ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയാലേ കഴിയത്തുള്ളായിരുന്നു, കരഞ്ഞാലേ കഴിയത്തുള്ളായിരുന്നു. ഇപ്പോൾ ഒന്നിനും കുറവില്ല. പണം വർദ്ധിക്കുമ്പോൾ മനുഷ്യൻ എന്ത് സംഭവിക്കും? ദൈവഭയം. അതുകൊണ്ടാണ് നമ്മളെയൊക്കെ കർത്താവ് എല്ലാവരെയും, ദൈവം സ്നേഹിക്കുന്നവരെ ഒരു മീഡിയത്തിൽ നിർത്തുന്നത്. ഇടയ്ക്കൊക്കെ ഒരു പിടുത്തം കർത്താവ് എല്ലാ ഏരിയയിലും പിടിക്കും. ശരീരത്തിൽ ഒരു പിടുത്തം പിടിക്കും. ആരോഗ്യം കൂടും തോന്നുമ്പോൾ ശരീരത്തിൽ ഒരു പിടുത്തം പിടിക്കും. സ്വന്തം പണം കൂടും തോന്നുമ്പോൾ പണത്തിൽ ഒരു പിടുത്തം പിടിക്കും. ഇത് ആരാ ചെയ്യുന്നത്? പിശാചൊന്നുമല്ല, എൻ്റെ ദൈവമാ. സ്വന്തം കാരണം എന്നാ? ദൈവഭയത്തിൽ നിർത്തുവാൻ. ഈ ബ്രേക്ക് പിടിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര മിടുക്കനെ. നമ്മൾ ഓരോ പ്രാർത്ഥിച്ച് ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ബ്ലോക്ക്. ഇതാര് ചെയ്യുന്നതാണ്? എൻ്റെ ദൈവം അനുവദിക്കുന്നതാണ്. ടു റീ എക്സാമിൻ മൈ സെൽഫ്. ഹാലല്ല, ഞാൻ ദൈവഭയത്തിലാണോ കീഴ്പ്പെടുന്ന സ്വന്തം ദൈവമക്കളെ. അടുത്തൊരു വിഷയം, അടുത്ത വാക്യം തൊട്ട് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ സെൻസിറ്റീവ് വിഷയമാണ്. ഭാര്യമാരെ ഭർത്താക്കന്മാരെ ഒക്കെ പറയുന്നൊരു വിഷയമാണ്. ദൈവവചനം എങ്ങനെ പറയുന്നു അതേ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഫെമിനിസത്തിൻ്റെ ഒക്കെ ഒരു കാലഘട്ടമാണ്. ഞാൻ മെന്നിസത്തിനും ഇല്ല ഫെമിനിസത്തിനും ഇല്ല, സ്തോത്രം. പക്ഷേ ദൈവഭയത്തിൽ കീഴ്പ്പെടുമ്പോൾ കുടുംബം എന്ത് ചെയ്യണം? ദൈവവചനപ്രകാരം പണിയപ്പെടണം. കുഞ്ഞുങ്ങൾ ദൈവ
ദൈവവചനപ്രകാരം പണിയപ്പെടണം. ഭാര്യമാർ പറഞ്ഞതനുസരിച്ച് ഭർത്താക്കന്മാർ കേൾക്കുകയും കുഞ്ഞുങ്ങൾ പറയുന്നതനുസരിച്ച് പേരൻസ് കേൾക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അത് ഈ വചനത്തിൻ്റെ പ്രമാണമല്ല. വചനത്തിൻ്റെ പ്രമാണം എന്തുവാന്ന് നമുക്ക് പഠിക്കാം. അത് കൊരിന്ത്യ ലേഖനത്തിലും റോമാലേഖനത്തിലും ഒക്കെ എഴുതിയിട്ടുണ്ട്. ദേവദാസന്മാർ, ഞങ്ങൾ വിവാഹമൊക്കെ നടത്തുന്നവർ സ്ഥിരം വിവാഹത്തിന് ഈ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന, ഫാമിലി കൗൺസിലിങ്ങിന് പഠിപ്പിക്കുന്നതാണ്. പക്ഷേ ഞാൻ ഈ വിഷയം ഇന്നലെ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഇതങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് ഒരു 6-7 വാക്യം 32 വരെയുള്ളത് അടുത്ത 6-ാം അധ്യായത്തിലേക്ക് ഞാനങ്ങ് പോകട്ടെ എന്നങ്ങ് ചിന്തിച്ചു. അവിടെ കുഞ്ഞുങ്ങളെ പേരൻസ് ചിൽഡ്രൻ ഒബേ യുവർ പേരൻസ് തൊട്ട് ഞാനങ്ങ് തുടങ്ങട്ടെ. ഈ ഇതൊരു സെൻസിറ്റീവ് ഭാഗമാണ്. ഈ കാലഘട്ടത്തിലൊക്കെ വലിയ പാടാണ്. ഒരു 10 വർഷം 20 വർഷം മുമ്പൊക്കെ ഞങ്ങൾ കുറച്ചുകൂടി ശക്തമായിട്ട് ഈ ഭാഗമൊക്കെ പഠിപ്പിച്ചതാണ്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ എത്രത്തോളം പക്ഷേ ദൈവം എന്നെ അനുവദിച്ചില്ല. നമ്മൾ വചനം പ്രതിവാക്യമായിട്ട് പഠിച്ചു പോകുമ്പോൾ ഇതിൽ കൂടും കടന്നു പോയാലേ പറ്റത്തുള്ളൂ. നമുക്ക് വായിക്കാം. താഴോട്ട് വരുന്നുണ്ട്. ഭാര്യമാർക്കും ഉണ്ട്. ഭാര്യമാരെ പറയുമ്പോൾ ഭർത്താക്കന്മാർ സന്തോഷിക്കേണ്ട കാര്യം അടുത്ത ഭർത്താക്കന്മാർക്കും ഉണ്ട്. ഇത് ബാലൻസ്ഡാണ്. ഈ പരിശുദ്ധാത്മാവ് ഒരു കാര്യം ചെയ്യുമ്പോൾ ബാലൻസ്ഡാണ്. സൃഷ്ടിയിൽ എങ്ങനെ അത് കാര്യങ്ങൾ ദൈവം സൃഷ്ടിച്ചോ, ദൈവത്തിൻ്റെ പ്രമാണം, അതിൻ്റെയൊക്കെ പുറകിൽ എന്തുകൊണ്ട് കർത്താവെ ഇങ്ങനെ ചിലർക്ക് അല്ലെങ്കിൽ കൂടുതൽ തീരുമാനമെടുക്കുവാൻ അല്ലെങ്കിൽ കുടുംബം നയിക്കുവാനുള്ള കൺട്രോൾ കൊടുത്തു എന്നൊന്നും കർത്താവിനോട് ചോദിക്കാൻ പറ്റത്തില്ല. സർവ്വാധികാരിയാണ്. അതിൻ്റെ കാരണവും വചനത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നമുക്ക് 1-2 വാക്യം. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഭാര്യമാർ എന്ത് ചെയ്യണം? ഭർത്താക്കന്മാർക്ക് അപ്പം സ്തോത്രം, ഈ സ്പിരിച്വൽ ഹെൽത്തി സ്പിരിച്വൽ ലൈഫ്, ഒരു ആരോഗ്യമുള്ള ക്രിസ്തീയ ജീവിതത്തിന് ഒരു ആരോഗ്യമുള്ള കുടുംബം ആവശ്യമാണ്. കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം തെറ്റിയാൽ അത് ഡയറക്റ്റ്ലി എവിടെയാണ് ബാധിക്കുന്നത്? നമ്മുടെ ആത്മീയ ജീവിതത്തെ ബാധിച്ചാൽ ആത്മാവ് വിട്ടുപോകും. ആത്മാവ് വിട്ടുപോകും, ദുരാത്മാവ് കയറും. പിന്നെ ആ ദേശത്ത് ആ കുടുംബം എന്തൊരു നാശമായിരിക്കും എന്നറിയാം. അല്ലല്ലേ, ദൈവനാമം ദുഷിപ്പിക്കുന്ന അനുഭവമായി പോകത്തില്ല. ഇത് ആത്മീയ ജീവിതവുമായിട്ട് ബന്ധം. നമ്മൾ വിചാരിക്കും പെട്ടെന്ന് ഗിയർ മാറുന്ന പോലെ വിഷയം അങ്ങ് മാറി. ഇല്ല, 5-ാം അധ്യായത്തിൽ എഫെസോസിലെ സഭയെ സ്തോത്രം ദേശശക്തിയെ ജയിച്ച് നിൽക്കുവാൻ പറഞ്ഞു നിൽക്കുമ്പോൾ അടിസ്ഥാനം ശരിയാകണം. അടിസ്ഥാനം എവിടാ? നമ്മൾ കൂടുതൽ സഭയുമായിട്ടാണോ ചെലവഴിക്കുന്നത്, കുടുംബമായിട്ടാണോ ചെലവഴിക്കുന്നത്? കുടുംബമായിട്ടാണ് ചെലവഴിക്കുന്നത്. ലോകം നോക്കുന്നത്, സഭയേക്കാൾ നോക്കുന്നത് നമ്മളെ ആക്കിയിരിക്കുന്ന ദേശത്ത് ആരെയാണ്? ലോകം കാണുമ്പോൾ ആരെയാണ് കാണുന്നത്? ഫാമിലി. ദാറ്റ് ഫാമിലി ഈസ് ഇൻ ദ ലോർഡ്. ക്രിസ്തുവിലുള്ള ആ കുടുംബത്തെയാണ് കാണുന്നത്. അപ്പോൾ കുടുംബജീവിതത്തിന് എത്രത്തോളം പ്രാധാന്യത ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാവും. ഞാൻ വളരെ വേദനയോടുകൂടി പറയട്ടെ, ഡിവോഴ്സിൻ്റെ ഒരു വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. ലോകത്തിൻ്റെ നിയമങ്ങൾ എപ്പോഴും, ലോക മനുഷ്യർ കൗൺസിലേഴ്സൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഡിവോഴ്സ് റേറ്റ്സ് കൂടുതലാണ്, കേരളത്തിൽ കൂടുതലാണ്. കൊച്ചി പോലുള്ള പട്ടണങ്ങൾ, ബാംഗ്ലൂർ പോലുള്ള പട്ടണങ്ങളൊക്കെ, ബാംഗ്ലൂരാണ് ഇന്ത്യയിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ബാംഗ്ലൂരാണ്. അവിടെ എന്തോ ഒരു പ്രത്യേക ആത്മാവുണ്ട്. ഞങ്ങൾ ഇവിടുന്ന്, ഞാനും പപ്പയൊക്കെ പല കുടുംബങ്ങളെ കൗൺസിൽ ചെയ്യാൻ ഇവിടുന്ന് പോയിട്ടുണ്ട്, യാത്ര ചെയ്ത്. വേറെ ഒന്നിനുമല്ല, 2 കുടുംബങ്ങളെ ഒന്നിച്ച് ചേർക്കാൻ പോയിരിക്കുന്ന കൃപയാൽ അതൊക്കെ ചേർത്ത് പ്രാർത്ഥിച്ച് വരുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെയും ബാംഗ്ലൂരിൽ പോയിട്ടുണ്ട് ഈ വിഷയത്തിന് വേണ്ടി മാത്രം. ബാംഗ്ലൂരിൽ വല്ല മീറ്റിങ്ങിന് പോകുമ്പോൾ ഇങ്ങനെയുള്ള കുടുംബങ്ങളെ പിന്നെയും ചെന്ന് കണ്ടിട്ടുണ്ട്. അവിടെ ഒരു വല്ലാത്തൊരു ദേശമുണ്ട്. പട്ടണം അതിൻ്റെ പാപം വർദ്ധിക്കുമ്പോൾ അത് ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്നത് കുടുംബജീവിതത്തെയാണ്. സ്തോത്രം. അതുകൊണ്ട് ഇപ്പോൾ ദൈവമക്കളുടെ ഇടയ്ക്ക് പോലും എന്ത് കൂളായിട്ടാണ് ലോകം മനുഷ്യർ പറയുന്നത്, നിനക്കൊന്നിച്ച് ജീവിക്കാൻ പറ്റത്തില്ലേ, പിരിഞ്ഞേരെ, എന്തിനാണ് സമയം കളയുന്നതെന്നാണ് പറയുന്നത്. അത് ദൈവമക്കൾക്ക് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ കൗൺസിലിംഗ് കേസസിന് വരുന്ന പല കുടുംബങ്ങൾ, അല്ലെങ്കിൽ ഡിവോഴ്സിൻ്റെ വക്കിലെത്തുന്ന ഡിവോഴ്സ് ആയ കുടുംബങ്ങൾ എത്ര പേര് പിരിഞ്ഞേരാൻ എന്ന് പള്ളി പറഞ്ഞു എന്ന് പറയും, പെന്തിക്കോസ് സഭകൾ പറയും. എന്നിട്ട് ഒരു നല്ല ഖനമുള്ള ഒരു എൻവലപ്പ് കൊടുത്താൽ റീമാരേജ് നടത്താനും പെന്തിക്കോസ് പാസ്റ്റേഴ്സ് റെഡിയാണ് എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന വിഷയം. നമുക്കറിയാം, മലാക്കിയിലും യഹോവയായ ദൈവം പറഞ്ഞ ഗോഡ് ഹേറ്റ്സ് ഡിവോഴ്സ്, ദൈവം അനുവദിക്കുന്നില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ എന്ത് ചെയ്യില്ല, വേർപെടുത്തല്ലേ. ഒരു വാക്യം മാത്രം ഞാൻ മർക്കോസിൽ നിന്ന് വായിക്കാം, കാരണം ഈ ഭാഗം പഠിച്ചു പോകുമ്പോൾ എത്രത്തോളം ഇത് ക്രിസ്തുവും സഭയുമായിട്ടുള്ളൊരു മർമ്മമാണ്. അതുകൊണ്ടാണ് കർത്താവ് ഇത്രയും. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 11-ഉം 12-ഉം, മാർക്ക് 10:11-12. ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തി വിവാഹം കഴിക്കുന്നവൻ അവൾക്ക് വിരോധമായി വ്യഭിചാരം ചെയ്യുന്നു. സ്ത്രീയും ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരുത്തനുമായി വിവാഹം കഴിഞ്ഞാൽ വ്യഭിചാരം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ചിലർ പറയും പൗലോസ് പറഞ്ഞതേ ഉള്ളല്ലോ. കാര്യം 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിലും റോമാലേഖനം 7-ാം അധ്യായത്തിൽ 7 ഓർക്കാൻ എളുപ്പമാണ്. 1 കൊരിന്ത്യർ 7-ാം അധ്യായം, റോമാലേഖനം 7-ാം അധ്യായം. ഞാൻ ആ വാക്യങ്ങൾ വായിക്കുന്നില്ല, സമയ ചുരുക്കമുണ്ട്. സ്തോത്രം. അത് നിങ്ങൾ പിന്നീട് വായിച്ചോ. അവിടെ എല്ലാം എഴുതിയിരിക്കുന്നത്
മരണം നിങ്ങളെ വേർപെടുത്തുന്നത് വരെ, അല്ല അവസാനം വരെ പിരിഞ്ഞ് നിൽക്കുവാണെങ്കിൽ പിരിഞ്ഞ് നിന്നോ, പക്ഷേങ്കിൽ ഡിവോഴ്സ് ആകുവാൻ, സെപ്പറേറ്റഡ് ആകുവാൻ ദൈവം അനുവദിക്കുന്നില്ല. ഭർത്താവോ ഭാര്യയോ ജീവിച്ചിരിക്കുന്നിടത്തോളം ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെ എഴുതിക്കുന്നത്, യു ആർ ബൗണ്ട് ടു ദാറ്റ് റിലേഷൻഷിപ്പ് എന്നെഴുതി. എനിക്കറിയാവുന്ന വാക്യങ്ങളാണ്. അതൊക്കെ ദേവദാസന്മാരെപ്പോഴും പഠിപ്പിക്കുന്ന, പണ്ടൊക്കെ കാര്യമായിട്ട് പഠിപ്പിക്കുവാൻ, ഇപ്പോൾ അതൊക്കെ പഠിപ്പിക്കുന്ന കുറവാണ്. ജനത്തിന് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ചില കേസസിൽ വേണേൽ റീമാരേജ് ചെയ്യാം എന്നാണ് ചിന്തിക്കുന്നത്. ചില വല്ലാത്ത കേസസിൽ ദൈവദാസന്മാർ പോലും കുഴഞ്ഞു പോകുന്ന കേസ് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും, പ്രമാണം ഇതാ, എന്ത് ചെയ്യും? കർത്താവ് കരുണ തോന്നി ഏതെങ്കിലും കേസസിൽ എന്തെങ്കിലും കർത്താവ് തീരുമാനമെടുക്കുന്നെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്കാർക്കും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ദൈവം സർവാധികാരിയാണല്ലോ. എങ്കിലും പ്രമാണം ഇതാ ദൈവമക്കളെ, നമ്മൾ മറന്നു പോകല്ലേ. ഇതാണ് പ്രമാണം. റോമാലേഖനത്തിലും വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം, ഭാര്യ ജീവിച്ച് ഇരിക്കുന്നിടത്തോളം ഡിവോഴ്സ് ചെയ്ത് മാറി നീ വേറൊരാളെ വിവാഹം കഴിച്ചാൽ നീ വ്യഭിചാരം ചെയ്യുന്നു. അത് ഇവിടെ യേശു പറയും. ഞാൻ അതുകൊണ്ടാണ് ഈ ഭാഗം മാത്രം വായിച്ചത്. യേശു കർത്താവ് പറയും, അല്ലെങ്കിൽ ഭാര്യയെ വിട്ട് വേറെ ആളെ കല്യാണം കഴിച്ചാൽ, ഭർത്താവിനെ വിട്ട് വേറെ ആളെ വിവാഹം ചെയ്യാൻ വ്യഭിചാരം ചെയ്യുന്നു. നമുക്കറിയാം ദൈവത്തിൻ്റെ കൽപ്പന ആണല്ലോ, വ്യഭിചാരികൾ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. അപ്പം ഇത് ഇത്രയും സ്ട്രിക്റ്റായിട്ട് കർത്താവ് പറയുവാൻ കാരണം വേറൊന്നുമല്ല. ഇത്രയും സ്ട്രിക്റ്റായിട്ട് കർത്താവ് പറയുവാൻ കാരണം ഇത് ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധത്തെ റിപ്രസെൻറ്റ് ചെയ്യുന്നു. ഇറ്റ്സ് എ ഹോളി പ്രൈസ് ലോർഡ് റിലേഷൻഷിപ്പ്. ഇതൊരു നിത്യമായ റിലേഷൻഷിപ്പാണ്. ഈ വാക്യത്തിൽ പറയുന്നത് ഭാര്യമാർ എന്ത് ചെയ്യണം? അത് ക്ലിയർ അല്ലേ? കർത്താവിന് എന്ന പോലെ സ്വതന്ത്രം ദൈവത്തെ ഭയന്ന് ദൈവം പറയുന്നത് കേൾക്കുന്നത് പോലെ തന്നെ കീഴ്പ്പെടുവേൻ. അപ്പം ഭർത്താവ് എന്ത് ചെയ്യണം? കാണുന്ന വായി തോന്നിയ പറയാനല്ല, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു വേണം പറയുവാൻ. ഞാൻ പറഞ്ഞല്ലോ, ആരെയും അടിച്ചും പേടിപ്പിച്ചും ഒന്നും ഇന്നത്തെ കാലത്ത് വലിയ പാടാണ്. അത് നടക്കത്തില്ല, അതല്ല പ്രമാണം. പക്ഷേ അതേ സമയത്ത് പറയേണ്ടത് പറയാതിരിക്കാനും പല ഭർത്താക്കന്മാർ ചിന്തിക്കും, ഞാനായിട്ട് എന്തിനാണ്, എനിക്ക് സമാധാനം വേണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല, അതുകൊണ്ട് ഞാനായിട്ട് ഇനി പറയുന്നില്ല എന്നൊരു ഭർത്താവ് ചിന്തിച്ചാൽ ആദ്യത്തെ ദിവസം പുള്ളി അങ്ങനെ ചിന്തിക്കും, രണ്ടാമത്തെ ദിവസം പുള്ളി മിണ്ടായിരിക്കും, മൂന്നാമത്തെ ദിവസം കുടുംബം ഭാര്യ ആ ഡിസിപ്ലിൻ വിട്ടിട്ട് പോകും. ആ കുടുംബത്തെ വിളിച്ചിരിക്കുന്ന ഡിസിപ്ലിൻ ആ വിളി വിട്ടിട്ട് പോകും. കുഞ്ഞുങ്ങൾ ഭാര്യമാർ പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? അതിൻ്റെ അപ്പുറത്തേതും പോകും. സ്തോത്രം. അത് സാത്താൻ ഓരോരുത്തരെ കൊണ്ടുവന്നു. അപ്പോൾ ഭർത്താക്കന്മാർ വളരെ മാതൃകയോടുകൂടി കർത്താവിൽ നിന്ന് പ്രാപിച്ച്, അപ്പം ദൈവത്തിൽ നിന്ന് പ്രാപിക്കണേൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ? പഴയ നിയമ യെശയ്യാവ് എന്ത് ചെയ്തു? തൻ്റെ അതരത്തെ ശുദ്ധീകരിച്ച്, തൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച്, വീണ്ടും പ്രവാചകനായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ, സങ്കീർത്തനക്കാരനും ദാവീദ് തൊട്ട് പുതിയ നിയമത്തിലെ ദൈവദാസന്മാരൊക്കെ എത്രത്തോളം കഷ്ടതയെക്കൂടി വിശുദ്ധിയോടുകൂടി ഒരുക്കത്തോടുകൂടി ക്രമീകരണത്തോടുകൂടി കടന്നു പോയാൽ മാത്രമേ ദൈവം സംസാരിക്കത്തുള്ളൂ. അപ്പോൾ ഭർത്താക്കന്മാരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, എനിക്കാണ് ഡയറക്റ്റ് ദൈവത്തിൽ നിന്ന് ശബ്ദം കേൾക്കേണ്ടത്. ചില ഭർത്താക്കന്മാർ, ഞാൻ ആന്ധ്രയിലൊക്കെയാണ് ഇത് കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്, സ്ത്രീകളാണ്, തമിഴ്നാട്ടിലുള്ളത്, സ്ത്രീകളാണ് ആത്മീയ കാര്യത്തിന് ലീഡുകൾ. ഭർത്താക്കന്മാർ ഇങ്ങനെ ഒരു മന്ദമായിട്ടിരിക്കുന്ന ഒരവസ്ഥ, അത് അവിടുത്തെ ദേശത്തിൻ്റെ ഒരു കൾച്ചർ. കേരളത്തിൽ അങ്ങനല്ല, പക്ഷേ ആന്ധ്രയിലും തമിഴ്നാടൊക്കെ കാണും. അതുകൊണ്ട് സ്ത്രീകൾ സഭയിൽ പോകും, അവർ ലീഡ് എടുക്കും, അവരാണ്. അപ്പോൾ ഭർത്താക്കന്മാർ പലരും എന്നോട് ആന്ധ്രയിലെ സഭയിലെ വിശ്വാസികളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ഭാര്യ പ്രാർത്ഥിച്ചിട്ട് തീരുമാനം എടുക്കും, അവൾ എന്നോട് പറയും, അതനുസരിച്ച് ഞങ്ങൾ കുടുംബമായിട്ട് തീരുമാനം എടുക്കും. അതാണോ വചനത്തിൻ്റെ പ്രമാണം? ഭാര്യ പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ആലോചന ചോദിച്ചിട്ട് ഭർത്താവ് അത് കേട്ട് കഴിഞ്ഞാൽ ഈ യഹോവയായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ എഴുതിയിരിക്കുന്ന ഈ പ്രമാണം തെറ്റി. ഒരു പ്രമാണം തെറ്റിയാൽ പല പ്രമാണവും എന്ത് ചെയ്യും? തെറ്റും. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് അത് പല കൾച്ചറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ എന്തോലും അങ്ങനെ അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. വചനം എന്തുവാ? കേരളവും ആന്ധ്രയൊക്കെ വിടുക, ഇന്ത്യയൊക്കെ വിടുക. ഇന്ത്യൻസിനും ചൈനീസിനും ആഫ്രിക്കൻസിനും അമേരിക്കൻസിനും എല്ലാം ഒരു പ്രമാണമേ ഉള്ളൂ ദൈവമക്കളെ. ഇവിടെ എന്തുകൊണ്ടാണ് ഭർത്താക്കന്മാർ ഭയപ്പെട്ട് ക്രിസ്തുവിന് എന്ന പോലെ കീഴ്പ്പെടുവാൻ പറഞ്ഞിരിക്കുന്നത്? ഞാൻ അടുത്ത വാക്യം ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. താഴ്ത്ത് വായിച്ചോ. മനസ്സിലായോ? കുടുംബത്തിനും ഭാര്യയ്ക്കും ആരാ തല? ക്രിസ്തു സഭയ്ക്ക് തലയായിരിക്കുന്ന പോലെ ഭർത്താവ് തലയായിട്ടിരിക്കണം. തലയല്ലാതെ വേറെ ആളെ തലയാക്കി കഴിഞ്ഞാൽ മക്കൾ പറയുന്ന പോലെ കേട്ടാൽ, ഭാര്യ പറയുന്ന പോലെ കേട്ടാൽ ആ കുടുംബം ദൈവത്തിൻ്റെ ആലോചന പ്രകാരം പോകാൻ കഴിയത്തില്ല. അതിന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാരണം സോ ബൈബിളിൻ്റെ അകത്ത് എഴുതിയിട്ടില്ല. നമ്മൾ അല്ലെങ്കിൽ ഇത്രയും 30 വർഷമായി കർത്താവിൻ്റെ വേലയിലായി കൗൺസിലിംഗ് ഒക്കെ ആയിരിക്കും. ഞാൻ മനസ്സിലാക്കിയ ഒരു കാരണം ഞാൻ പറയാം. അതിൻ്റെ ഒരു കാരണം വചനത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അത് നമ്മളിന്ന് വായിക്കും, കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ വായിക്കും. അല്ലെങ്കിൽ അമ്മമാർ അല്ലെ ഭാര്യമാർ പൊതുവേ എന്താ ഫോക്കസ്? അവരുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ വീട് നന്നായിരിക്കണം,
കുടുംബം നന്നായിരിക്കണം. അപ്പോൾ അവർ രാവിലെ തൊട്ട് വൈകിട്ട് വരും, തൂത്തും തുടച്ചും വീടൊക്കെ വൃത്തിയാക്കി ഗസ്റ്റിന് വേണ്ടി. അത് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നവരെ അങ്ങനെ, ഞാൻ കുറ്റമായിട്ടല്ല പറയുന്നത്, അത് വേണം. അല്ലാതെ സ്തോത്രം അല്ലെങ്കിൽ അങ്ങനെ കരുതാനും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതാനും. അപ്പോൾ അവരെപ്പോഴും സംസാരിക്കുമ്പോൾ ആർക്ക് വേണ്ടി സംസാരിക്കത്തുള്ളൂ? കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയേ സംസാരിക്കത്തുള്ളൂ. അവർ അവിടുത്തെ ആ ജീവിതത്തിൽ ആ ദേശത്തുള്ള താമസത്തിന് കുഴപ്പം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ, തീരുമാനങ്ങൾ അവർക്ക് എടുക്കാൻ പറ്റൂ. ദേ ആർ മെയ്ഡ് ലൈക്ക് ദാറ്റ്, ദേ ക്രിയേറ്റഡ് ലൈക്ക് ദാറ്റ്. അവരറിയാതെ അങ്ങനെ ആയി പോകുന്നതുകൊണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആരും എന്നോട് വിഷമം തോന്നല്ലേ. പക്ഷേ ഭർത്താക്കന്മാരോട് എന്തോ പറഞ്ഞിരിക്കുന്നത്, അല്ലെ ദൈവം വിളിച്ച് ആ കുടുംബത്തെ വിളിച്ചൊരു വിളിയുണ്ടല്ലോ, ആ വിളി അനുസരിച്ച് നിന്നില്ലെങ്കിൽ ആരോടാ ദൈവം ചോദിക്കുന്നത്? ഭാര്യയോടല്ല, ഭർത്താവിനോടാ. സ്തോത്രം. അതുകൊണ്ട് കുടുംബത്തിന് തലയായിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ച ആ ഒരു ഹെയറാർക്കി, ഒരു ഓർഡർ കൊരിന്ത്യലേഖനത്തിൽ നമുക്ക് വായിക്കാം. വീണ്ടും 24-ാമത്തെ വാക്യം. ഭർത്താവ് തലയായിട്ടിരിക്കണം, ഭാര്യമാരെന്ന് പറയുമ്പോൾ ആ പാക്കേജിൻ്റെ അകത്ത് ആരുമുണ്ട്? അമ്മയുണ്ട്, കുഞ്ഞുങ്ങളും ഉണ്ട്. അത് അടുത്ത അധ്യായത്തിൽ വരുന്നുണ്ട്, എൻ്റെ കണ്ടിന്യൂവേഷൻ വരുന്നുണ്ട്. റോമാലേഖനത്തിലും കൊരിന്ത്യലേഖനത്തിലും അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ഈ 6-7 വാക്യത്തിൻ്റെ അകത്ത് ഭർത്താവും ഭാര്യയും മാത്രമേ എഴുതിയിട്ടുള്ളൂ. കീഴടങ്ങിയിരിക്കുന്ന പോലെ എന്ത് ചെയ്യണം? ഭാര്യമാർ, കുടുംബം, ഭർത്താവിന് എല്ലാത്തിലും സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഇനി അടുത്ത ഭർത്താവിൻ്റെ നമ്മൾ വായിക്കാൻ പോവാം. അവിടെ ഒരു സ്നേഹവും ഒരു കരുതലും ഭർത്താക്കന്മാരുടെ വിഷയത്തിൽ പലപ്പോഴും കുടുംബം ഞാൻ പറയുമ്പോൾ ഭാര്യ, മക്കൾ എല്ലാം അതിന് പലപ്പോഴും അവിടെയൊക്കെ അല്ലെ ഭർത്താവ് പറയുന്നത് കേൾക്കാതെ വരികയും അല്ലെങ്കിൽ ആ കുടുംബമായിട്ട് ഒന്നിച്ച് ആ ഒരു സമർപ്പണത്തിൽ നിൽക്കാതെ വരുന്നതിൻ്റെ ഒരു അവസ്ഥ എന്തുകൊണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് പല കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു, അതിന് കിട്ടിയില്ല. പല കാര്യം കുടുംബമായിട്ട് അവർ ആഗ്രഹിക്കുന്നു, കിട്ടിയില്ല. അവിടെയൊക്കെ ഒരു സ്തോത്രം ഒരു ഭയങ്കര ഒരു ഫ്രിക്ഷൻ ഉണ്ടാവുക, ഒരു ടെൻഷൻ ഉണ്ടാവുക. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം കിട്ടാതിരിക്കുകയും അതൊന്നും വചനത്തിൻ്റെ ദൈവം പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഒരു വാക്യം ഞാൻ എപ്പോഴും ഓർക്കും. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4:11-12. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 11-12. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. ഒരു കുടുംബ ജീവിതത്തിൻ്റെയും സക്സസ് എന്തുവാ? ഇത് തന്നെയാണ്. നിങ്ങൾ മറന്നു പോകല്ലേ. ഉള്ള അവസ്ഥയിൽ സന്തോഷമായിട്ടിരിപ്പാൻ കർത്താവ് കുടുംബത്തെ ഒന്നിച്ച് പണിയുമ്പോൾ അതെങ്ങനെ പണിയണം? ഓരോരുത്തരുടെ കടന്നു പോകുന്ന അവസ്ഥകൾ, ആവശ്യങ്ങൾ, അവരുടെ വരുമാനം, അവരുടെ സാഹചര്യങ്ങൾ അതറിഞ്ഞുകൊണ്ട് ധൈര്യമായിട്ട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു തീരുമാനമെടുക്കുവാൻ ഭർത്താക്കന്മാർ എന്ത് ചെയ്യണം? They should be trained by the Lord. അതിന് ജ്ഞാനം കുറവുണ്ടെങ്കിൽ ജ്ഞാനം കുറവുണ്ടെങ്കിൽ അത് ഭാര്യയെ അങ്ങ് ഏൽപ്പിക്കുകയല്ല. ജ്ഞാനം കുറവുണ്ടെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി, കഴിവ് കുറവുണ്ടെങ്കിൽ അത് ആരോട് ചോദിക്കണം? വചനത്തിന് പ്രമാണമാണ് ഞാൻ പറഞ്ഞത്. കർത്താവിനോട് ചോദിച്ച് ആ പരിശുദ്ധാത്മാവിൽ എല്ലാം എന്തുണ്ട്? എനിക്കൊരു ജ്ഞാനം കുറവുണ്ടെങ്കിൽ, ഒരു കഴിവ് കുറവുണ്ടെങ്കിൽ ഞാൻ ആരോട് ചോദിക്കണം? കർത്താവിനോട് ചോദിക്കണം. ആത്മാവ് എൻ്റെ ഉള്ളിൽ അധികം പകരുമ്പോൾ ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടി, ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി, ഒരു സൊസൈറ്റിയിൽ ധൈര്യമായിട്ട് നിൽക്കുവാൻ, കുടുംബവും യേശുവിന് വേണ്ടി, വചനത്തിന് വേണ്ടി ധൈര്യമായിട്ട് നിൽക്കുവാൻ, എൻ്റെ കുടുംബത്തെ ട്രെയിൻ ചെയ്യുവാൻ ദൈവമാക്കി വെച്ചിരിക്കുന്ന ആരെയാ? എന്നെയാ. അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോ കുടുംബത്തെ സ്തോത്രം. അതുകൊണ്ട് ഉള്ള അവസ്ഥയിൽ പൗലോസ് പറയുമ്പോൾ ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടുകൂടി ഇരിപ്പാൻ കർത്താവ് എന്നെ, ഇതിൻ്റെ ഇടയ്ക്കെല്ലാം എടുത്തു പറയുന്നുണ്ട്. ക്രിസ്തു സഭ, ആ ബന്ധം. ഇനി അടുത്ത ഇവിടെ നമുക്ക് കാണാം 25 തൊട്ടുള്ള വാക്യങ്ങളെ. അപ്പോൾ ഭർത്താക്കന്മാരും എന്ത് ചെയ്യണം? കരുതണം, സ്നേഹിക്കണം. അതേ സമയത്ത് അതാണ് ഏറ്റവും പാടുള്ള പണി എനിക്ക് തോന്നുന്നു ഭർത്താക്കന്മാരുടെ തോന്നുന്നു. വേറെ ഒന്നും കൊണ്ടല്ല. ഈ കരുതുകയും സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തുവാ? ഭാര്യമാരെ എല്ലാ വിഷയങ്ങളും സമ്മതിച്ചു കൊടുക്കണം, അവർ പറയുന്നതൊക്കെ അനുഭവിച്ചു കൊടുക്കണം. കുഞ്ഞുങ്ങൾ പറയുന്നത് അതിൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ. ഈ പാക്കേജിൻ്റെ അകത്ത് എന്തുണ്ട്? കുഞ്ഞുങ്ങളും ഉണ്ട്. കുടുംബം, ദ ഫാമിലി. കുടുംബം പറയുന്നതെല്ലാം മക്കൾ പറയുന്നതൊക്കെ അനുഭവിച്ചു കൊടുക്കണം. അവർക്കോട്ട് അനുവദിക്കാനും പാടില്ല. ദൈവം പറയുന്ന പോലെ ക്രിസ്തു സ്തോത്രം കുടുംബത്തിന് തലയായിട്ട്, ഭർത്താവിന് തലയായിട്ടിരിക്കുന്ന പോലെ കൊരിന്ത്യലേഖനത്തിലും റോമാലേഖനത്തിലും ഒക്കെ പറയുന്നു. കർത്താവ് പറയുന്ന പോലെ പോകാനും പറ്റത്തുള്ളൂ. കുടുംബത്തെ ഡിസിപ്ലിൻ ചെയ്തേ പറ്റൂ. അതേ സമയത്ത് കുടുംബത്തെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യണം. അതെങ്ങനെ? അതിനുള്ള കൃപ ആര് പ്രാപിക്കണം? ഭർത്താവ് പ്രാപിക്കണം. കോംപ്രമൈസ് ചെയ്യാനല്ല ദൈവമക്കളെ. പല പ്രാവശ്യം പറഞ്ഞു, കേട്ടില്ല. കേട്ടില്ലെങ്കിൽ കർത്താവ് അവരോട് ചോദിച്ചോളും. പറയേണ്ടത് ആരുടെ ജോലിയാണ്? കുടുംബത്തെ. അതുപോലെ തന്നെ കരുതുകയും, പറയുക മാത്രമല്ല, പറഞ്ഞ് വെട്ടൊന്ന് മുറി രണ്ടല്ല, അതുപോലെ കരുതുകയും, ചെയ്യേണ്ട കാര്യങ്ങൾ കുടുംബത്തിന് വേണ്ടി എല്ലാം ചെയ്യുകയും, അധ്വാനിക്കുക ചെയ്യുമ്പോൾ ആത്മീയ
ദൈവകൃപയിൽ. ഞാൻ പറഞ്ഞില്ലേ, വിളിച്ച വിളി, അതാണ് അതിൻ്റെ ഫോക്കസ് എല്ലാം. ഓരോ കുടുംബത്തെ കർത്താവ് വിളിച്ചിരിക്കുന്ന വിളിക്ക് വ്യത്യാസമുണ്ട്. സ്തോത്രം. ആ വിളി അനുസരിച്ച് നിർത്തുക, പണിതെടുക്കുക. ആ ജോലി കർത്താവ് നേരിട്ട് ഇറങ്ങി വന്നല്ല ചെയ്യുന്നത്, കുടുംബനാഥനിൽ കൂടെ അതിനോടുകൂടി തന്നെ കുടുംബം കൂടി നിൽക്കുകയും ചെയ്യുന്ന, അങ്ങനെ ഒന്നിച്ചാണ്. ആ ഫാമിലി ലൈഫ് പണിയപ്പെട്ടാൽ മാത്രമേ ഈ തല, കുടുംബത്തിൻ്റെ തല ഭർത്താവ്, ഈ തലയ്ക്ക് മാത്രം വല്ലതും ചെയ്യാൻ പറ്റൂ. എൻ്റെ ശരീരത്തിലെ തലയ്ക്ക് മാത്രം വല്ലതും ചെയ്യാൻ പറ്റൂ, ശരീരവും അവയവങ്ങളും ഒന്നും ഇല്ല. ഈ തല നിൽക്കണമെങ്കിൽ നിൽക്കുന്നത് എന്തിൻ്റെ പുറത്താണ്? അപ്പോൾ ഒന്നിച്ചാണ് ആ ജോലി ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സഭയുടെ തല ആരാ? ക്രിസ്തു. ഇവിടെ എല്ലാം ഞാൻ പറഞ്ഞില്ലേ, കുടുംബജീവിതത്തിന് വളരെ ഫോക്കസ് കൊടുക്കുമ്പോൾ തന്നെ എഫെസോസിലെ സഭയോട് പറയുക, നിങ്ങൾ ഈ ദേശത്ത് നിൽക്കുന്ന ദൈവസഭ, ദേശത്തെ സഭ, അത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പഴയ നിയമകാലം തൊട്ടുള്ള ഒരു വലിയൊരു പ്രൈസോട്. അന്ന് ഇസ്രായേൽ ജനമായിട്ട് നിന്നെങ്കിലും അന്ന് തൊട്ട് ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള ഒരു പ്ലാനായിരുന്നു, എൻ്റെ സഭ ഓരോ ദേശത്ത് നിൽക്കുക. പ്രൈസ് ലോർഡ്. ഈ കൊച്ചിയിലാക്കി വെച്ചിരിക്കുന്ന ഈ ചെറിയ കൂട്ടത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സ്തോത്രം. നമ്മുടെ തല ക്രിസ്തുവാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധം, ക്രിസ്തുവിൻ്റെ നാമം ഈ ദേശത്ത് ഉയർക്കണമെങ്കിൽ സഭ അതിന് യോഗ്യമാവണ്ണം നിൽക്കണം. തലയ്ക്ക് തന്നെ നിൽക്കാൻ കഴിയത്തില്ല. ക്രിസ്തുവിൻ്റെ നാമം ഈ ദേശത്ത് ഉയരണമെങ്കിൽ സഭ അതിന് യോഗ്യമായിട്ട് നിൽക്കണം. യെസ്. ഇനി അടുത്ത വാക്യം വായിച്ചിട്ട് ഇതിനെ എങ്ങനെയാണ് കർത്താവ് ഈ കുടുംബത്തെ പണിയുന്നത്? യെസ്. നമ്മൾ എന്ത് ചെയ്യുന്നത് എഴുതിയിരിക്കുന്നത്? വിശുദ്ധീകരിക്കേണ്ടതിന്. നമ്മൾ സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്, നമുക്കറിയാമല്ലോ. ഈ മണവാട്ടി തികവിൽ നിർത്തണം, ദൈവത്തിന് യോഗ്യമാണെന്ന്. നമ്മളെങ്ങനെയാണ് കഴുകി വെടിപ്പാക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് അഴുക്ക് കയറുന്ന ഒരു ശരീരപ്രകൃതിയാണ്, ശരീര രീതിയാണ്. ലോകത്തിലെ മാലിന്യങ്ങളൊക്കെ കയറും, കാണും, കേൾക്കും, അകത്ത് കയറും. പിന്നെ ഈ ജഡസ്വഭാവങ്ങൾ ഇത് ഉള്ളിൽ നിന്ന് വരും. അതൊക്കെ കുറച്ച് വെളിയിൽ നിന്ന് അകത്തോട്ട് കയറുന്നതുകൊണ്ട് ഈ അസൂയ, സ്വാർത്ഥത, ഇതുപോലുള്ള ജഡസ്വഭാവങ്ങൾ എന്തുവാ? ഇത് ഉള്ളിൽ നിന്ന് പൊങ്ങി വരുന്നതാണ്. അപ്പോൾ ഈ ജഡസ്വഭാവം പുറത്തുനിന്ന് കയറുന്ന പാപത്തെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? സഭയെ വെടിപ്പാക്കേണ്ടതിന് വചനത്താൽ നമുക്കായിരിക്കുന്ന ഈ നല്ല വചനത്തിൻ്റെ സമയത്തെ ഓർത്ത്, നല്ല പ്രബോധനങ്ങളുടെ സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വചനത്താൽ ആ കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കും. എൻ്റെ ജീവിതത്തിലെ കുറവ്, നിങ്ങളുടെ ജീവിതത്തിലെ കുറവ്, നമ്മൾ ഓരോ പ്രാവശ്യവും ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടാണ് നമ്മുടെ കുറവുകളെ കർത്താവ് വെളിപ്പെടുത്തുന്നത്. ദൈവവചനത്തിൽ കൂടാണ് നമ്മുടെ വിളിയെ കർത്താവ് ഓർപ്പിക്കുന്നത്. സ്തോത്രം. വചനത്താൽ കർത്താവ് നമ്മൾ എന്ത് ചെയ്യും? ശുദ്ധീകരിക്കും എന്ന് എഴുതിയിരിക്കുന്നത്. ഞാൻ ആദ്യമേ ഓർപ്പിച്ചല്ലോ, നമ്മൾ ഇത്രയും വാക്യങ്ങൾ ഭർത്താവ് ഭാര്യ ബന്ധത്തെ പറ്റി പഠിച്ചു. അവിടെ ഒരു വലിയ ഇൻറ്റിമസി ഇല്ലേ? എല്ലാ കാര്യങ്ങളും ഇന്നില്ലാത്തൊരു കാര്യമാണ്. ഭർത്താവ് ഭാര്യയോടും തുറന്ന് സംസാരിക്കുക, കുഞ്ഞുങ്ങളോട് തുറന്ന് സംസാരിക്കുക. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇങ്ങനെ പറ്റൂ. സോ എല്ലാ വിഷയങ്ങളും എന്ത് ചെയ്യണം? കുടുംബങ്ങൾ തുറന്ന് സംസാരിക്കണം. അതിനൊരു പലപ്പോഴും ഞാൻ എൻ്റെ കുടുംബത്തിലൊക്കെ ചില സമയത്ത് അവർക്ക് വിഷമമാണ്, വേറൊന്നുമല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായ ഞാൻ പറയും, നമുക്ക് എല്ലാവർക്കും ലിവിങ് റൂമിലേക്ക് പോയി, അല്ലാതെ നമ്മൾ പറയുമ്പോൾ ചിലപ്പം ജനലുകളൊക്കെ അടുത്ത് കാണുന്നുണ്ട്, നമുക്ക് ലിവിങ് റൂമിലേക്ക് വരാം. അതിനെ അവർ റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്നൊക്കെ പറഞ്ഞത്. എന്തുമല്ല, നമുക്ക് മേശയുടെ ചുറ്റിനോ സോഫയുടെ ചുറ്റിനോ ഒക്കെ ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ പ്രാവശ്യം എനിക്കിതേ വ്യക്തമാക്കാൻ പറ്റും. നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി ഇതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല, വെറുതെ അടി വാങ്ങിക്കാമെന്നേ ഉള്ളൂ ദൈവത്തിൻ്റെ കയ്യിൽ. സോ അതുകൊണ്ട് ഇതല്ലാതെ വേറൊരു കാര്യം ഈ വീട്ടിൽ നടക്കത്തില്ല. അത് എന്ത് ചെയ്യണം? കുടുംബം മനസ്സിലാക്കണം. അത് പറയാനുള്ള കൃപ എനിക്കും ദൈവം തരണം. ഞാനും അത് പറയണമെങ്കിൽ അത് യോഗ്യമായി തീരണം. എൻ്റെ ജീവിതത്തിലും ഞാൻ അതുപോലെ ദൈവാലോചനയോട് അനുസരണത്തിൽ നിന്നാലേ എനിക്കും അത് പറയാൻ ദൈവം പിശാചും അനുവദിക്കത്തുള്ളൂ. എന്തുണ്ടെങ്കിലും തുറന്ന് സംസാരിക്കുന്ന കുടുംബത്തിൽ അവർക്ക് പറയാനുള്ള ന്യായങ്ങളും എന്ത് ചെയ്യണം? ഞാൻ കേൾക്കണം. അതല്ലേ നമ്മൾ അടിച്ചേൽപ്പിക്കുകയല്ലോ. ഇത് ദൈവിക പ്രമാണമാണെങ്കിൽ പോലും നമ്മളത് പറയുമ്പോൾ അത്രയും ആത്മീയ വളർച്ച പ്രാപിച്ചിട്ടില്ലെങ്കിൽ അവർക്കത് തോന്നിക്കുന്നത് എങ്ങനെയാണ്? കുറേ സെറ്റ് ഓഫ് പട്ടാള നിയമങ്ങൾ എന്ത് ചെയ്യുന്നു? അടിച്ചേൽപ്പിക്കുന്നു. അല്ല, അവരുടെ ന്യായങ്ങളും കേൾക്കണം. അപ്പോൾ അവിടെ ഒരു തുറന്ന സംസാരമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കുടുംബജീവിതത്തെ പറ്റി പറഞ്ഞിട്ട് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുക, ഇങ്ങനാണ് ക്രിസ്തുവും സഭയും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പറയാനുള്ളത് കർത്താവിനോട് പറയാം. ആവശ്യങ്ങൾ ഇങ്ങനെ ചുമ്മാ തോണ്ടി പറയുമല്ല, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ അവസ്ഥകൾ, എന്തുകൊണ്ട് എനിക്ക് വളരുവാൻ കഴിയുന്നില്ല, എനിക്ക് ആഗ്രഹമുണ്ട് കർത്താവെ, പക്ഷേ ആത്മശക്തി പ്രാപിക്കുവാൻ, ആത്മനിറവ് പ്രാപിക്കുവാൻ, ആ സമർപ്പണത്തിൽ നിൽക്കുവാൻ, ആ താഴ്മയിൽ നിൽക്കുവാൻ, സ്തോത്രം, ആ കൃപയിൽ നിൽക്കുവാൻ. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ തുറന്ന് കർത്താവിനോട് പറയുമ്പോൾ
കർത്താവിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യും, അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് എന്നോട് സംസാരിക്കും. അപ്പം ഇവിടെ ഒരു ഭാര്യ ഭർത്താവ് അല്ലെ കുടുംബം ഇൻറ്റിമസി പോലെ തന്നെ ക്രിസ്തുവും സഭയുമായിട്ടുള്ള ഇൻറ്റിമസി നമ്മൾ ഇവിടെ 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു. നമ്മളെ ശുദ്ധീകരിച്ച് സഭയെ വചനത്താൽ. യെസ്, എന്തുകൊണ്ടാണ് 27-ാമത്തെ വാക്യം വായിച്ച്? യെസ്, നമ്മളെ ശുദ്ധീകരിച്ച് ന്യായവിധി ദിവസത്തിൽ കറ ചുളുക്കം മാലിന്യമൊന്നുമില്ലാതെ ദൈവം അവിടെ വിളിച്ചു പറയും, കൊച്ചിയിലെ സഭ അല്ല എറണാകുളത്തെ സഭ, ഇന്ന സഭ. അത് എങ്ങനെ വേണ്ടു കർത്താവ് എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. ഓരോ ദേശത്തെ ദൈവസഭയും ഓരോ വ്യക്തികളുടെ പേരും അവിടെ വിളിച്ചു പറയുമ്പോൾ അവിടെ അന്ന് നമ്മൾ വന്ന് നിൽക്കുമ്പോൾ കുറവില്ലാത്തവരായി നമ്മളെ നിർത്തുവാനാണ് കർത്താവ് വചനത്താലും ആത്മാവിനാലും നമ്മളെ കഴുകി ശുദ്ധീകരിക്കുന്നത്. സ്തോത്രം. അല്ല കുടുംബം ഇവിടെ ആയിരിക്കുമ്പോൾ സ്തോത്രം അല്ല കൃപയോടുകൂടി ആയിരിക്കണം. സഭ ദേശത്തായിരിക്കുമ്പോൾ ദൈവഭയത്തോടുകൂടി കൃപയോടുകൂടി മാതൃകയോടുകൂടി ആയിരിക്കണം. എന്നാൽ മാത്രമേ കാഹളമൂതുമ്പോൾ കർത്താവിനെ മണവാട്ടിയായിട്ട് എടുക്കപ്പെടാൻ കഴിയത്തുള്ളൂ. ദാറ്റ് ഹി മൈറ്റ് പ്രസന്റ് us ആസ് എ ഗ്ലോറിയസ് ചർച്ച്. ഒരു പ്രൈസ് ലോർഡ്. എങ്ങനെ കൃപയുള്ള, എങ്ങനെ മഹത്വമുള്ള സഭ, തേജസ്സോടുകൂടി നിർത്തണം. ഇംഗ്ലീഷ് എഴുതിയേക്കുന്ന ദാറ്റ് ഹി മൈറ്റ് പ്രസന്റ് us ആസ് എ ഗ്ലോറിയസ് ചർച്ച് എന്ന് എഴുതിയേക്കുന്ന ഒരു തേജസ്സുള്ള സഭയായിട്ട് പിതാവിൻ്റെ മുമ്പിൽ നമ്മളെ മുൻ നിർത്തേണ്ടതിന്. യെസ്, അടുത്ത വാക്യം. സ്വന്തം അവയവത്തെ പോലെ, സ്വന്തം ശരീരത്തെ പോലെ. യെസ്, വായിച്ച. എന്ത് ചെയ്യണം? കരുതുകയും സ്നേഹിക്കേണ്ടതുമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇത് പറഞ്ഞിട്ട് വീണ്ടും സഭയെ പറ്റിയാണ് പറയുന്നത്. കർത്താവ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നതനുസരിച്ച്, കർത്താവിനെ അനുസരിക്കുന്നതനുസരിച്ച്, കർത്താവിനെ ഭയപ്പെടുന്നതനുസരിച്ച് കർത്താവ് നമ്മളെ ഇംഗ്ലീഷിലുള്ള യൂസേജ് ദൈവദാസന്മാർ കല്യാണം നടത്തുമ്പോൾ എല്ലാ ദൈവദാസന്മാരും പറയും. ഞാൻ ഒന്നുകൂടി ഞാനങ്ങ് പറയാം, ചെറിഷ് ആൻഡ് നറിഷ് ഇല്ലേ? ആ ഒരു സന്തോഷത്തോടുകൂടിയുള്ള സ്നേഹവും അത് തന്നെയാണ് ഇവിടെ ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയേക്കുന്നത്. ചെറിഷ് അല്ലെ നറിഷ്. അവർക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് കുടുംബ ബന്ധം സ്നേഹത്തോടുകൂടി ഇരിക്കുന്ന പോലെ തന്നെ ഞാനും എൻ്റെ യേശുവുമായിട്ടുള്ള ബന്ധം, പ്രൈസ് ലോർഡ്, ആ ഒരു അടുപ്പം, ആ ഒരു സ്നേഹം. കാരണം എന്തോ താഴോട്ട് ആരും തന്നെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നതുപോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. ക്രിസ്തു സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുക. 31 വരെ വായിച്ചോ. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. നമ്മൾ എങ്ങനെ ഒരു ഭാര്യ അപ്പനെ അമ്മയും വിട്ട് ഭർത്താവിനോട് പറ്റിച്ചേരും, എങ്ങനെ ഒരു ഭർത്താവ് അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവരൊന്നായി തീരുന്നത് പോലെ തന്നെ രക്ഷിക്കപ്പെട്ട നാൾ തൊട്ട് എനിക്കിവിടെ അപ്പനും അമ്മയും കുടുംബമൊക്കെ ഉണ്ടെങ്കിലും അവരെക്കാൾ പ്രാധാന്യത ആരായിരിക്കും? ഞാൻ എൻ്റെ യേശുവിനോട് ചേരുക. കുടുംബത്തോട് ജീവിക്കുമ്പോൾ തന്നെ കുടുംബത്തെ വിട്ടു പോകാനോ കുടുംബത്തിന് വേണ്ടി കരുതാതിരിക്കാനല്ല പറയുന്നത്. അതുകൊണ്ടാണ് ഈ അധ്യായത്തിൽ വളരെ ഒരു അല്പം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വിടാത്തുള്ള ആ സ്വർഗീയ ജ്ഞാനത്തിലുള്ള ബാലൻസിങ് ദൈവത്തിൻ്റെ ദാസൻ അത് പ്രസൻറ്റ് ചെയ്തേക്കുന്നത് കണ്ടോ. സോ അതുപോലെ തന്നെ ഹല്ലേലൂയ. ഭർത്താവ് എങ്ങനെ എല്ലാവരും വിട്ട് കുടുംബത്തോട് ചേരും, ഭാര്യ എങ്ങനെ എല്ലാവരും വിട്ട് കുടുംബത്തോട് ചേരും. ഞാനും ക്രിസ്തുവിനോട് ചേർന്ന ആ ദിവസം ലോകം വിട്ടു, ലോകത്തിൻ്റെ സ്തോത്രം മാനം വിട്ടു, ലോകത്തിൻ്റെ സ്നേഹം വിട്ടു, കൂട്ടുകാരുടെ സ്നേഹം വിട്ടു, കുടുംബക്കാരുടെ അംഗീകാരം വിട്ടു, ലോകത്തിൻ്റെ അംഗീകാരം വിട്ടിട്ടാണ് ഞാൻ ആരോട് ചേർന്നത്? യേശുവിനോട് ചേർന്നത്. യേശു കർത്താവും സ്തോത്രം സ്വർഗീയ മഹത്വം എല്ലാം വിട്ടിട്ടാണ് താഴ്ന്നിറങ്ങി എന്നോട് ചേർന്നത്. ആ ഒരു മർമ്മമാണ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത്. ഇത് ക്രിസ്തുവും സഭയും പറ്റി. ഒന്നുകൂടി വായിച്ച ആ മർമ്മം. യെസ്, ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചല്ലേ അത്രേ പറയുന്നത്. അടുത്ത അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ എഴുതിയേക്കുന്ന യെസ് ചിൽഡ്രൻ, അടുത്ത ആഴ്ച നമുക്കത് വായിക്കാം. സ്തോത്രം. അപ്പോൾ കുഞ്ഞുങ്ങൾ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടാണല്ലോ, ട്രാൻസ്ലേറ്റേഴ്സ് ആണല്ലോ എന്നെ ചാപ്റ്ററാക്കി തിരിച്ചത്. അപ്പം അടുപ്പിച്ചാണ് കുടുംബജീവിതം, കുടുംബം ദേശത്തിൽ എങ്ങനെ നിൽക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. കൊരിന്ത്യലേഖനം ഞാൻ പറഞ്ഞു, 1 കൊരിന്ത്യർ 7-ാം അധ്യായം, റോമാലേഖനം 7-ാം അധ്യായം ഒക്കെ നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ആ ഓർഡർ എഴുതിയിട്ടുണ്ട്. ക്രിസ്തു സ്തോത്രം തലയായിരിക്കുന്നു. ഹല്ലേലൂയ. കുടുംബത്തിൻ്റെ തല ഭർത്താവായിരിക്കുന്നു. അത് പിന്നെ കുടുംബം, ഭാര്യ, മക്കൾ, ആ ഒരു ഓർഡർ. ക്രിസ്തു, ഭർത്താവ്, ഭാര്യ, മക്കൾ. ഈ ഓർഡർ മനുഷ്യൻ എവിടെ തെറ്റിക്കുന്നോ, ഭാര്യമാർക്ക് ചിലപ്പം കൂടുതൽ
ശമ്പളം കാണും, കൂടുതൽ പഠിത്തം കാണും, അതൊക്കെ ചില കുടുംബങ്ങളുണ്ടാകാം. അവർക്ക് കൂടുതൽ വർക്ക് ചെയ്യുവാൻ, ചിലർക്ക് ആരോഗ്യമായിരിക്കും കൂടുതൽ, ചിലർക്ക് ബുദ്ധിയായിരിക്കും കൂടുതൽ. ആ ദൈവം കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ അധ്വാനിച്ചോ കുടുംബത്തിന് വേണ്ടി, അതിനൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ when it comes to ഡിസിഷൻ മേക്കിംഗ്, അല്ലെങ്കിൽ സ്തോത്രം കുടുംബത്തെ നടത്തുന്ന അവസ്ഥയിൽ വചനത്തിലൊരു പ്രമാണമുണ്ട്. അത് വിട്ടിട്ട് ലോകത്തിലെ പ്രമാണം എന്തുമായിക്കോട്ടെ ദൈവമക്കളെ, തിരുവചനത്തിൻ്റെ പ്രമാണം അനുസരിച്ച് കുടുംബം പോകുമ്പോൾ ദാറ്റ് ഫാമിലി വിൽ ബി എ ബ്ലെസ്സഡ് ഫാമിലി. ആ അനുഗ്രഹം ദൈവത്തിൽ നിന്നായിരിക്കും. അത് നിലനിൽക്കുന്ന ഒരു സന്തോഷമായിരിക്കും, നിലനിൽക്കുന്ന അനുഗ്രഹമായിരിക്കും. അവിടെ സ്തോത്രം ഭർത്താക്കന്മാർ ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ച് വേണം കുടുംബത്തെ നടത്താൻ. അവിടെ ഒരു പരാജയം വരുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി മക്കളോ ഭാര്യയോ ഒക്കെ ഓവർടേക്ക് ചെയ്യേണ്ടി വരുന്ന കാര്യം. എങ്ങനെയായാലും കുടുംബം മുൻപോട്ട് പോകണ്ടേ. സ്തോത്രം അവിടെ എല്ലാം വളരെ വ്യക്തമായിട്ട് എങ്ങനെ ആയിരിക്കണം അതിൻ്റെ ഒരു കാരണവും അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ ആ വാക്യങ്ങൾ വായിക്കുന്നില്ല. ആദ്യം പുരുഷനെയാണ് സൃഷ്ടിച്ചത്, സ്ത്രീയെ പുരുഷന് വേണ്ടിയാണ് സൃഷ്ടിച്ചത്, അല്ലാതെ പുരുഷനെ സ്ത്രീക്ക് വേണ്ടി അല്ല സൃഷ്ടിച്ചത്. എന്നിട്ട് ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് എങ്ങനെ ആയിരിക്കണം. ദൈവത്തിന് സ്തോത്രം കുടുംബം ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ പിശാചിന് നമ്മൾ നീ ചിന്തിച്ച കാര്യങ്ങളെല്ലാം നമ്മളെക്കാൾ നന്നായിട്ട് ആർക്കറിയാം? പിശാചിനറിയാം. അപ്പോൾ ആദ്യത്തെ അറ്റാക്ക് വരുന്നത് എവിടെ ആയിരിക്കും? കുടുംബം സാക്ഷ്യത്തോടുകൂടി കൃപയോടുകൂടി ദേശത്തിൽ ആദ്യത്തെ അറ്റാക്ക് നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ വരുന്ന കുടുംബമാണ്. കുടുംബത്തിൻ്റെ ബാലൻസ് തെറ്റിച്ച് കളഞ്ഞാൽ നമ്മുടെ സ്പിരിച്വൽ ബാലൻസ് നിലനിൽക്കത്തില്ല. അതുകൊണ്ട് നമ്മളും പ്രാധാന്യത കൊടുക്കേണ്ടത് ഏത് ഏരിയയാണ്? പ്രാധാന്യത കൊടുക്കുക. യേശുവിൽ വളരെ പ്രാർത്ഥനയോടുകൂടി സ്തോത്രം ഞങ്ങളുടെ കുടുംബങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം, സഭയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഞാൻ പറഞ്ഞല്ലോ, അത് കുടുംബമാണെങ്കിലും സഭയാണെങ്കിലും പേടിപ്പിച്ചൊന്നും നടക്കത്തില്ല. നമ്മളെല്ലാവരും ദൈവത്തെ പേടിച്ചാൽ കൃപയോടുകൂടി ഡിസിപ്ലിനിൽ മുൻപോട്ട് പോകുവാൻ കഴിയും. അപ്പം വേണ്ടത്, നമുക്കെല്ലാവർക്കും വേണ്ടത് എന്തുവാ? ദൈവഭയമാണ് വേണ്ടത്. സ്തോത്രം. ഈ ദിവസങ്ങൾ, ഈ നാളുകൾ സഭയിലില്ലാത്തത് എന്തുവാ? ഞാൻ പരിശോധിച്ചിട്ട് ദൈവദാസന്മാരിലും സഭയിലൊക്കെ കുറഞ്ഞു പോകുന്നത് എന്തുവാ? ദൈവഭയമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ ഭയപ്പെടാം. വേറെ ആരേക്കാൾ കൂടുതൽ, ഗവൺമെൻറ് നിയമങ്ങളെക്കാൾ കൂടുതൽ, വേറെ എന്ത് വിഷയത്തെക്കാൾ കൂടുതൽ ദൈവത്തെ ഭയപ്പെട്ടായിരിക്കണം നമ്മുടെ എല്ലാ തീരുമാനങ്ങളും. ദൈവം നമ്മളെ വചനപ്രകാരം പണിയട്ടെ.